ഹരി ഓം ഹരി ഓം ഹരി ഓം. നാരായണ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. ഹരി ഓം. നാരായണ. ശ്രീമദ് ഭഗവത്ഗീത സ്വാധ്യായ പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് 103-ാം ദിവസമായപ്പോൾ 103-ാം എപ്പിസോഡ്. 3-ാം അധ്യായം കർമ്മയോഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നലെ അവസാനത്തെ ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ സാമാന്യാർത്ഥവും കണ്ടു. ഇനി ഭാഷ്യം മാത്രമാണ് ബാക്കിയുള്ളത്. 42, 43 ശ്ലോകങ്ങളുടെ ഭാഷ്യം മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ 3-ാം അധ്യായം ആദ്യം മുതൽ അവസാനം വരെയുള്ള ശ്ലോകങ്ങൾ, 1 മുതൽ 43 വരെയുള്ള ശ്ലോകങ്ങളും ഒന്ന് ചൊല്ലാം. അതിനുള്ള സമയം കിട്ടും. അപ്പോൾ
മൂന്നാം അധ്യായം ആരംഭം മുതൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ്ഭഗവദ്ഗീതായാം തൃതീയോऽധ്യായഃ. കർമ്മയോഗഃ. അർജുന ഉവാച. ധ്യായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. ശ്രീഭഗവാനുവാച. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ. ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ന കർമ്മണാം അനാരംഭാദ് നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ. ന ച സന്ന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ന ഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃത്. കാര്യതേ ഹ്യവശഃ കർമ്മ സർവഃ പ്രകൃതിജൈർഗുണൈഃ. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ. ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരഃ സ ഉച്യത്തെ. യസ്ത്വിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന. കർമ്മേന്ദ്രിയൈഃ കർമ്മയോഗം അസക്തഃ സ വിശിഷ്യത്തെ. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ. ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധ്യേത കർമ്മണഃ. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ. തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗഃ സമാചര. സഹ യജ്ഞാഃ പ്രജാഃ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ. അനേന പ്രസവിഷ്യദ്വം ഏഷവോസ്ത്വിഷ്ടകാമധുക്. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ. പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഃ ദാസ്യന്തെ യജ്ഞഭാവിതാഃ. തൈർദത്താൻ അപ്രദായൈഭ്യഃ യോ ഭുങ്ക്തേസ്തേന ഏവ സഃ. യജ്ഞശിഷ്ടാശിനഃ സന്തഃ മുച്യന്തെ സർവകിൽബിഷൈഃ. ഭുഞ്ജതേ തേ ത്വഘം പാപാഃ യേ പചന്ത്യാത്മകാരണാദ്. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്നസംഭവഃ. യജ്ഞാദ് ഭവതി പർജന്യഃ യജ്ഞഃ കർമ്മസമുദ്ഭവഃ. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം. തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയഃ. അഘായുരിന്ദ്രിയാ രാമഃ മോഘം പാർത്ഥ സ ജീവതി. യസ്ത്വാത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ. ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. നൈവ തസ്യ കൃതേനാർത്തഃ നാകൃതേനേഹ കശ്ചന. ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്തവ്യപാശ്രയഃ. തസ്മാദസക്തഃ സതതം കാര്യം കർമ്മ സമാചര. അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ. ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനഃ. സ യത്പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ന മേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. യദി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ. മമ വത്മാനുവർത്തന്തെ
मनुष्याः पार्थ सर्वशः उल्सीदेयुरिमे लोकाः न कुर्यां कर्म चेदहं शङ्करस्य च कर्ता स्याम् उपहन्यामिमाः प्रजाः सक्ता कर्मण्यविद्वांसः यथा कुर्वन्ति भारत कुर्याद्विद्वान् तदा सक्तः चिकीर्षुर्लोकसङ्ग्रहं न बुद्धिभेदं जनयेद् अज्ञानां कर्मसङ्गिनां जोषयेत् सर्वकर्माणि विद्वान् युक्तः समाचरन् प्रकृतेः क्रियमाणानि गुणैः कर्माणि सर्वशः अहङ्कारविमूढात्मा कर्ताहमिति मन्यते तत्त्ववित्तु महाबाहो गुणकर्मविभागयोः गुणा गुणेषु वर्तन्ते इति मत्वा न सज्जते प्रकृतेर्गुणसम्मूढाः सज्जन्ते गुणकर्मसु तान् अकृत्स्नविदो मन्दान् कृत्स्नविन्न विचालयेत् मयि सर्वाणि कर्माणि सन्न्यस्याध्यात्मचेतसा निराशीर्निर्ममो भूत्वा युध्यस्व विगतज्वरः ये मे मतमिदं नित्यम् अनुतिष्ठन्ति मानवाः श्रद्धावन्तो न सूयन्तः मुच्यन्ते तेऽपि कर्मभिः ये त्वेतदभ्यसूयन्तः नानुतिष्ठन्ति मे मतम् सर्वज्ञानविमूढांस्तान् विद्धि नष्टान् अचेतसः सदृशं चेष्टते स्वस्याः प्रकृतेर्ज्ञानवानपि प्रकृतिं यान्ति भूतानि निग्रह किं करिष्यति इन्द्रियस्येन्द्रियस्यार्थे रागद्वेषौ व्यवस्थितौ तयोर्न वशमागच्छेत् तौ ह्यस्य परिपन्थिनौ श्रेयान् स्वधर्मो विगुणः परधर्मात् स्वनुष्ठितात् स्वधर्मे निधनं श्रेयः परधर्मो भयावहः अर्जुन उवाच अथ केन प्रयुक्तोऽयं पापं चरति पूरुषः अनिच्छन्नपि वार्ष्णेय बलादिव नियोजितः श्रीभगवानुवाच काम एष क्रोध एषः रजोगुणसमुद्भवः महाशनो महापाप्मा विद्येनमिह वैरिणं धूमेनाव्रियते वह्निः यदादर्शो मलेन च यदोल्बेनावृतो गर्भः तदा तेनेदमावृतम् आवृतं ज्ञानमेतेन ज्ञानिनो नित्यवैरिणा कामरूपेण कौन्तेय दुष्पूरेणानलेन च इन्द्रियाणि मनोबुद्धिः अस्याधिष्ठानमुच्यते एतैर्विमोहयत्येषः ज्ञानमावृत्य देहिनम् तस्मात् त्वमिन्द्रियाण्यादौ नियम्य भरतर्षभ पाप्मानं प्रजहिह्येनं ज्ञानविज्ञाननाशनम् इन्द्रियाणि पराण्याहुः इन्द्रियेभ्यः परं मनः मनसस्तु परा बुद्धिः यो बुद्धेः परतस्तु सः एवं बुद्धेः परं बुद्ध्वा संस्तभ्यात्मानमात्मना जहि शत्रुं महाबाहो कामरूपं दुरासदम् ॐ तत्सदिति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे कर्मयोगो नाम तृतीयोऽध्यायः। नारायण। हरि ओम।
എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. അപ്പോൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ വളരെ വിസ്തരിച്ച് ഗീത ആരംഭിക്കുന്നത് ഈ 3-ാം അധ്യായത്തിൽ നിന്നാണ്. 2-ാം അധ്യായം മൊത്തത്തിലൊരു സംഗ്രഹഗീതയാണ്. എല്ലാ ആശയങ്ങളെയും തൊട്ട് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള സംശയങ്ങൾ ജനിപ്പിക്കലാണ് അതിൻ്റെ ഉദ്ദേശ്യം. ശ്രോതാവിൽ താല്പര്യം ജനിപ്പിച്ച് സംശയം ജനിപ്പിക്കുക, ഇതാണ് ഒരു ആചാര്യൻ്റെ ധർമ്മം. അതാണ് ഭഗവാൻ 2-ാം അധ്യായത്തിലൂടെ നിർവഹിച്ചത്. കുറേ ആശയങ്ങൾ, അർജുനൻ അതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പലതും അർജുനന് വാരി വിതറി ഭഗവാൻ. അപ്പോൾ ഇനി അർജുനൻ ഓരോരോ സംശയങ്ങളായി ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ്. അതാണ് 3-ാം അധ്യായം ആരംഭിച്ചത്. അർജുനൻ്റെ ചോദ്യത്തിലൂടെയായിരുന്നു. അങ്ങ് കർമ്മത്തേക്കാൾ ജ്ഞാനത്തെ ശ്രേഷ്ഠമെന്ന് പറയുന്നു, എന്നിട്ടും എന്നെ എന്തിനാ ഈ ഘോരമായ കർമ്മത്തിലേക്ക് നിയോഗിക്കുന്നത്? അങ്ങയുടെ വാക്കുകൾ കൂടിക്കൊഴഞ്ഞു കിടക്കുന്നത് കൊണ്ട് എനിക്ക് ബുദ്ധിഭ്രമം ഉണ്ടാകുന്നു, എനിക്ക് മോഹമുണ്ടാകുന്നു. അതുകൊണ്ട് അങ്ങ് ഏതെങ്കിലും ഒന്ന് നിശ്ചയിച്ച് പറഞ്ഞു തരൂ, ഏതുകൊണ്ട് എനിക്ക് ശ്രേയസ്സുണ്ടാകും എന്ന്. ഏന ശ്രേയോഹമാപ്നുയാം. അങ്ങനെ അർജുനൻ്റെ സംശയം അവതരിപ്പിച്ചപ്പോൾ ഭഗവാൻ അതിന് മറുപടിയായി ശാസ്ത്രങ്ങളുടെ താല്പര്യത്തെ കൂടുതൽ വിസ്തരിച്ച് അവതരിപ്പിക്കാൻ ആരംഭിച്ചു. ഭഗവത്ഗീതയുടെ ഒരു ഫൗണ്ടേഷനാണ് കർമ്മയോഗം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കർമ്മയോഗത്തിൽ നിന്നാണ് ഇനി ഭഗവത്ഗീതയുടെ തൂണുകളും ചുമരുകളും ഒക്കെ പൊങ്ങുന്നത്. അതിൻ്റെ മുകളിൽ പല അലങ്കാരങ്ങളും ജനാലകളും വാതിലുകളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഇനി മുകളിൽ റൂഫൊക്കെ വരാൻ പോകുന്നത് ഇതിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ ഭഗവത്ഗീതയുടെ ശരിക്കുള്ള ഫൗണ്ടേഷനാണ് കർമ്മയോഗവും അതിനോടനുബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന 1-2 അധ്യായങ്ങളും 4ഉം 5ഉം അധ്യായങ്ങളും അതിൻ്റെ ഫൗണ്ടേഷനിൽ തന്നെയുള്ള വർക്കാണ്. മുകളിലേക്ക് നമ്മളെ ഉയർത്തി കൊണ്ടുപോവുകയാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ വൈദിക ശാസ്ത്രങ്ങൾ ലോകത്തിൽ മനുഷ്യരെ 2 തരക്കാരായി ചിന്തിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി 2 മാർഗങ്ങളെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ പുരാപ്രോക്താമയ, പണ്ടേ എന്നാൽ പറയപ്പെട്ടിട്ടുണ്ട്. എന്താ? ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ. ഈ ലോകത്തിൽ 2 പ്രകാരത്തിലുള്ള പദ്ധതികൾ, ജീവിതക്രമങ്ങൾ. അത് ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. വൈരാഗ്യം പാകമായിട്ടുള്ള പക്വമതികളായിട്ടുള്ള ആളുകൾക്ക്, ഈ ലോകത്തിൽ ഇനിയൊന്നും കാര്യമായിട്ട് നേടാൻ കൊതിയില്ലാത്ത ആളുകൾക്ക് നിവൃത്തി മാർഗവും, എന്നാൽ വൈരാഗ്യം വന്നിട്ടില്ലാത്ത പക്വതയില്ലാത്തതായിട്ടുള്ള വാസന സമ്പന്നരായിരിക്കുന്ന, ലോകത്തിൽ പലതും അനുഭവിക്കണം, നേടണം എന്നുള്ള കൊതിയുള്ളതായിട്ടുള്ള ആളുകൾക്ക് പ്രവൃത്തി മാർഗവും. അങ്ങനെ ശാസ്ത്രങ്ങൾ 2 മാർഗങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അന്തർമുഖരായിരിക്കുന്നവർക്ക് ജ്ഞാനമാർഗം, നിവൃത്തി മാർഗം. ബഹിർമുഖരായിരിക്കുന്നവർക്ക് പ്രവൃത്തി മാർഗം, കർമ്മയോഗം എന്നുള്ളതായിട്ടുള്ള മാർഗം. അപ്പോൾ അർജുന, നിന്നെ പോലെയുള്ളവർക്ക് പ്രവൃത്തി മാർഗമാണ് ഉത്തമമായിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടി അർജുനൻ്റെ തലത്തിലുള്ള ആളുകളെ കണക്കാക്കിക്കൊണ്ട് കർമ്മങ്ങൾ ആരംഭിക്കാതെ, കർമ്മങ്ങൾ തുടങ്ങാതെ, കർമ്മങ്ങൾ ചെയ്യാതെ ഒരാൾക്ക് നൈഷ്കർമ്മ്യാവസ്ഥയെ പ്രാപിക്കാനാവില്ല. വെറും കർമ്മങ്ങളെ സന്യസിച്ചതുകൊണ്ട് സിദ്ധിയെ പ്രാപിക്കുകയില്ല. ഒരു വാസനാസമ്പന്നനായിട്ടുള്ള ഒരാൾക്ക് ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ ആവില്ല.
അവൻ്റെ പ്രകൃതിജന്യമായ ഗുണങ്ങൾ അവനെ അവശനാക്കി കർമ്മങ്ങളിലേക്ക് വലിച്ചഴയ്ക്കുന്നു. കാര്യദേഹി അവശഃ കർമ്മ സർവഃ പ്രകൃതിജൈർ ഗുണൈഹി സർവഃ അവശഃ. എല്ലാവരും അവശരായിട്ട് പ്രകൃതിജൈർ ഗുണൈഹി കർമ്മ കാര്യതേ, പ്രകൃതിജന്യമായ ഗുണങ്ങളാൽ കർമ്മം ചെയ്യിക്കപ്പെടുന്നു, നിർബന്ധിതരായി വലിച്ചഴയ്ക്കപ്പെട്ട് കർമ്മം ചെയ്യപ്പെടുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ കർമ്മേന്ദ്രിയങ്ങളെ അടച്ചു പിടിച്ചുകൊണ്ട് മനസ്സിൽ വിഷയങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുന്നത് മൂഢത്തരമാണ്. അങ്ങനെയുള്ളവരെ മിഥ്യാചാരന്മാർ, കപടന്മാർ, കാപട്യമുള്ളവർ എന്ന് ആചാര്യന്മാർ, ശാസ്ത്രങ്ങൾ വിളിക്കുന്നു. അവൻ വിമൂഢാത്മാ മിഥ്യാചാര എന്ന് പറഞ്ഞു. എന്നാൽ ആരാണോ വിവേകപൂർവം തൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്, മനസ്സുകൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് അവനവൻ്റെ നിയതമായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നത്, അവൻ ശ്രേഷ്ഠനാകുന്നു, അവൻ മര്യാദക്കാരൻ, അവൻ നേരായ വഴിക്കാണ് പോകുന്നത്. അപ്പോൾ കണ്ണടച്ച് പിടിച്ച് ഇന്ദ്രിയങ്ങളൊക്കെ അടച്ചു പിടിച്ച് ഞാൻ ധ്യാനനിരതനാണ്, സന്യാസിയാണെന്നൊക്കെ ഭാവിച്ചിരിക്കുന്ന ഒരുവൻ യഥാർത്ഥത്തിൽ അവൻ്റെ ഉള്ളിൽ വാസനകൾ സമ്മർദ്ദമുണ്ടാക്കുമ്പോൾ വിഷയങ്ങളെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ കപടനാണ്, കള്ളനാണ്. അവനെ വിശ്വസിക്കാനാവില്ല, അവന് അധപതനമായിരിക്കും. എന്നാൽ സത്യസന്ധനായിട്ടുള്ള ഒരാൾ കർമ്മങ്ങളെ നിർത്താതെ താൻ ചെയ്യേണ്ട കർത്തവ്യ കർമ്മങ്ങളെ മര്യാദയ്ക്ക് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ പുതിയ വിഷയവാസനകൾ തന്നിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഡിസിപ്ലിൻഡ് ആയിരിക്കുന്നു, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു, ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു, മനസ്സിനെ നിയന്ത്രിക്കുന്നു, അവൻ ശ്രേഷ്ഠനാകുന്നു. അങ്ങനെയാണ് വേണ്ടത്. അതാണ് മര്യാദ, അതാണ് സനാതനധർമ്മം, പ്രവൃത്തിധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അർജുന, നീയും നിനക്ക് വിധിച്ചിട്ടുള്ള കർമ്മം, നിന്റെ വർണ്ണാശ്രമ ധർമ്മപ്രകാരമുള്ള നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന നിന്റെ കർമ്മം നീ ചെയ്യൂ. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോഹി അകർമ്മണഃ. നീ കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാകുന്നു നിന്റെ കർത്തവ്യ കർമ്മം ചെയ്യുന്നത്. മാത്രമല്ല, നിന്റെ ശരീരത്തിൻ്റെ നിലനിൽപ്പ് പോലും നീ കർമ്മം ചെയ്തില്ലെങ്കിൽ നടക്കുകയില്ലല്ലോ. അപ്പോൾ എന്തായാലും ശരീരത്തിൻ്റെ നിലനിൽപ്പിന് കർമ്മം ചെയ്തേ പറ്റൂ. അപ്പോൾ പിന്നെ അവനവനിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും മര്യാദയ്ക്ക് അനുഷ്ഠിക്കുക. നീ ആ കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയാണ്? യജ്ഞാർത്ഥമായി ചെയ്യുക, ഈശ്വരാർപ്പണമായി ചെയ്യുക. അതല്ലാത്ത സ്വാർത്ഥ കർമ്മങ്ങൾ ബന്ധനത്തിന് കാരണമാകുന്നു. അപ്പം ഇതുവരെ നീ അറിവില്ലാത്തത് കൊണ്ട് കർമ്മങ്ങളൊക്കെ സ്വാർത്ഥമായി അഹങ്കാരത്തോടെ ഞാനാണ് ചെയ്യുന്നവൻ, ഇതിൻ്റെ ഫലം എനിക്ക് വേണമെന്നുള്ള സ്വാർത്ഥതയോടുകൂടി നീ ചെയ്തു. പക്ഷെ അത് ബന്ധന കാരണമാണ്. ഇനിയെങ്കിലും നീ മനസ്സിലാക്കൂ, ഈ സ്വാർത്ഥ കർമ്മങ്ങളല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾക്ക് നിസ്വാർത്ഥമായി ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ നമ്മൾക്ക് അന്ധക്കരണ ശുദ്ധി ഉണ്ടാവും, കർമ്മബന്ധനത്തിൽ നിന്ന് മോചനം നേടാം. അപ്പം അതുകൊണ്ട് മുക്തസംഗനായി നീ യജ്ഞാർത്ഥമായി കർമ്മം ചെയ്യൂ. ഈ പ്രപഞ്ചത്തിൽ സർവചരാചരങ്ങളും ആ വ്യവസ്ഥയിലാണ് നടന്നു പോകുന്നത്. സൃഷ്ടിയുടെ ആദിയിൽ തന്നെ പ്രജാപതി, സൃഷ്ടികർത്താവ്, എല്ലാ പ്രജകളെയും സൃഷ്ടിച്ച് എല്ലാവരോടുമായി പറഞ്ഞിരിക്കുന്നു, അനേന പ്രസവിഷ്യദ്വം, ഈ യജ്ഞം കൊണ്ട് നിങ്ങൾ വൃദ്ധിയെ പ്രാപിക്കുവിൻ. ഈ യജ്ഞം നിങ്ങൾക്ക് ഇഷ്ടകാമധേനുവായി ഭവിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ആ യജ്ഞം നൽകും. അതുകൊണ്ട് യജ്ഞഭാവനയോടുകൂടി കർമ്മം ചെയ്യൂ. നിങ്ങൾ ദേവന്മാരെ യജ്ഞങ്ങളെ കൊണ്ട് ആരാധിക്കുവിൻ. ആ ദേവന്മാർ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി നിങ്ങളെയും അനുഗ്രഹിക്കും. അങ്ങനെ നിങ്ങൾ പരസ്പരം പോഷിപ്പിക്കുന്നവരായി പരമമായ ശ്രേയസ്സിനെ പ്രാപിക്കുവിൻ. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കരുത് ഒരിക്കലും. ഈ പ്രകൃതിയും നിങ്ങളും ഇഴുകിച്ചേർന്ന് ഒന്നായി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വ്യവസ്ഥയാണിത്. അത് മനസ്സിലാക്കി കഴിയുക. നിങ്ങൾ യജ്ഞങ്ങളെ കൊണ്ട് ദേവന്മാരെ പൂജിക്കുമ്പോൾ, ബഹുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടഭോഗങ്ങളെയെല്ലാം ആ ദേവന്മാർ നൽകുന്നു. അങ്ങനെ അവർ നൽകുന്നത് നിങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കാതിരുന്നാൽ അങ്ങനെയുള്ളവൻ കള്ളനാകുന്നു. ഇങ്ങോട്ട് കിട്ടിയതിന് പ്രത്യുപകാരമായി അങ്ങോട്ടും കൊടുക്കേണ്ട ബാധ്യതയുണ്ട്.
അല്ലാതെ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നവൻ കള്ളനാകുന്നു. തൈർദത്താൻ അപ്രദായഭ്യ യോ ഭുങ്ക്തേ സ്തേനയേവ സഹ. എന്നാൽ യജ്ഞം അനുഷ്ഠിച്ചുകൊണ്ട് തൻ്റെ കർത്തവ്യകർമ്മങ്ങളെ ഈശ്വരാർപ്പണമാക്കി പഞ്ചമഹായജ്ഞങ്ങളും എല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് ആരാണോ ജീവിക്കുന്നത്, എന്നിട്ട് അതിൽ ബാക്കി വന്നതിനെ യജ്ഞശിഷ്ടമായ അമൃതത്തെ ആരാണോ ഭക്ഷിക്കുന്നത്, യജ്ഞശിഷ്ടാശിന സന്തഹ മുച്യന്തേ സർവകിൽബിഷൈഹി. അങ്ങനെയുള്ള സജ്ജനങ്ങൾ സർവപാപങ്ങളിൽ നിന്നും മുക്തരായിത്തീരുന്നു, അവരുടെ പാപവാസനകൾ ക്ഷയിക്കുന്നു. എന്നാൽ ആരാണോ പചന്തി ആത്മകാരണാത്, ആരാണോ തനിക്ക് വേണ്ടി മാത്രം പാചകം ചെയ്യുന്നത്, തേതു അകം ഭുഞ്ചതേ, ആ പാപികൾ അവർ ചെയ്ത പാപത്തെയാണ് അനുഭവിക്കുന്നത്. അവർ വീണ്ടും വീണ്ടും പാപം അനുഭവിച്ച് പാപത്തെ വളർത്തുന്നു. അവരുടെ പാപവാസനകൾ വർദ്ധിച്ചു വരുന്നു, ആസുര സ്വഭാവം വർദ്ധിക്കുന്നു. അതുകൊണ്ട് സ്വാർത്ഥനാവാതിരിക്കുക, യജ്ഞകർമ്മങ്ങൾ ശീലിക്കുക, ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ ചെയ്ത് ശീലിക്കുക. ഇനി ഈ പ്രപഞ്ചചക്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഓരോരുത്തരും അവരവരുടെ കർമ്മം ഈശ്വരാർപ്പണമായി സമർപ്പിക്കുമ്പോഴാണ്. ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട്, ഒരു ചക്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടത്. ആ ചക്രത്തിൽ നമ്മളും അവയവങ്ങളാണ്, അതിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മളും നമ്മളുടേതായിട്ടുള്ള ഭാഗം ചെയ്യേണ്ടത് ചെയ്യണം. അപ്പോഴേ ഈ ചക്രം സ്മൂത്തായിട്ട് റൺ ചെയ്യുള്ളൂ. അല്ലേ, ഏതെങ്കിലും ഒരു ചക്രത്തിൽ ഒരു ബെയറിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു നട്ടോ ബോൾട്ടോ ലൂസാവുകയോ അത് വർക്ക് ചെയ്യാതെ സ്റ്റക്കാവുകയോ ചെയ്താൽ ആ ചക്രം കറങ്ങില്ല പിന്നെ. അപ്പം അതുപോലെ നമ്മളും ഈ ചക്രം കറങ്ങാൻ അതിൻ്റെ അംഗങ്ങളാണ്, അവയവങ്ങളാണ്. ആ ചക്രത്തോടൊപ്പം കറങ്ങണം, നമ്മളും സ്മൂത്തായി കറങ്ങണം. ഇപ്പോൾ ഇവിടെ ഒരു ചക്രം പ്രവർത്തിക്കുന്നുണ്ട്. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദ് അന്നസംഭവ. അന്നത്തിൽ നിന്നാണ് ജീവജാലങ്ങൾ ആവിർഭവിക്കുന്നത്, വൃദ്ധിയെ പ്രാപിക്കുന്നത്. ആ അന്നമുണ്ടാകുന്നതോ മഴയിൽ നിന്നാണ്. ആ മഴയാകട്ടെ യജ്ഞാത് ഭവതി പർജന്യ. മനുഷ്യർ യജ്ഞങ്ങൾ ചെയ്യുമ്പോഴാണ് മഴയുണ്ടാവുക. മനുഷ്യൻ എല്ലാവർക്കും കൊടുക്കേണ്ടത് കൊടുത്ത് മര്യാദയ്ക്ക് ജീവിക്കുമ്പോഴാണ്, ഈശ്വരാർപ്പണമായി ജീവിക്കുമ്പോഴാണ് അവന് കാലാകാലങ്ങളിൽ വേണ്ട കാലത്ത് യഥാ ഋതു മഴ വരിക, കാലാവസ്ഥയെല്ലാം അവന് അനുകൂലമായിരിക്കുക. ആ യജ്ഞമാകട്ടെ അത് കർമ്മത്തിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. ആ കർമ്മമാകട്ടെ വേദത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എന്ന് വെച്ചാൽ വേദാനുസാരിയായിരിക്കണം കർമ്മം. വേദം വിധിച്ച പോലെ കർമ്മങ്ങൾ ചെയ്യണം. ആ വേദമാകട്ടെ ഈശ്വരനിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. കർമ്മ ബ്രഹ്മോത്ഭവം വിദ്ധി ബ്രഹ്മ അക്ഷരസമുദ്ഭവം. അക്ഷരം എന്നാൽ ബ്രഹ്മത്തിൽ നിന്ന് എന്നർത്ഥം. അതുകൊണ്ട് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ബ്രഹ്മം യജ്ഞത്തിലും പ്രതിഷ്ഠിതമായിരിക്കുന്നു. ആ യജ്ഞത്തിലൂടെ സർവവ്യാപിയായ ഈശ്വരനെ ആവഹിക്കുക, പൂജിക്കുക, ബഹുമാനിക്കുക. ആ യജ്ഞസ്വരൂപനായ ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കും. എന്നാൽ ഇപ്രകാരം പ്രവർത്തിക്കുന്ന ഈ ചക്രത്തെ ആരാണോ അനുവർത്തിക്കാതിരിക്കുന്നത് അവൻ അഘായുഹു, അവൻ പാപം കൊണ്ട് അവൻ്റെ ആയുസ് നീണ്ടിരിക്കുന്നു. ചെയ്ത പാപങ്ങളുടെ ഫലമായും ഇനിയും പാപം ചെയ്യാൻ വേണ്ടിയും മാത്രമാണ് അവൻ്റെ ആയുസ്. ഇന്ദ്രിയാരാമഹ, അവൻ ഇന്ദ്രിയങ്ങളിൽ മുഴുകിക്കഴിയുന്ന അസുരനാണ്. മോഘം സഹജീവതി, അവൻ വെറുതെയാണ് ജീവിക്കുന്നത്, അവൻ ഭൂമിക്ക് ഭാരമാണ്. അപ്പോൾ എല്ലാ പ്രകാരത്തിൽ നോക്കിയാലും ഒരു കർമ്മവാസനയുള്ളതായിട്ടുള്ള ഒരാൾ അയാളുടെ കർമ്മങ്ങളെ ഭംഗിയായി ഈശ്വരാർപ്പണമായി ചെയ്യുന്നതാണ് മര്യാദ. അങ്ങനെ ചെയ്യുമ്പോൾ അവനും ലോകത്തിനും നന്മയുണ്ടാകുന്നു. ഇനി ആരാണോ ആത്മരതിയും ആത്മതൃപ്തനും ആത്മനിയേവ സന്തുഷ്ടനുമായിരിക്കുന്നത് അവന് കർത്തവ്യങ്ങളൊന്നും ഇല്ല. വെച്ചാൽ ആരാണോ ജ്ഞാനിയായിരിക്കുന്നത്, ആത്മജ്ഞാനിയായിരിക്കുന്നത്, തന്നിൽ തന്നെ തൃപ്തനായിരിക്കുന്നത്, വേറെ ബാഹ്യ വിഷയങ്ങളെ ഒന്നിനെയും ആശ്രയിക്കാതിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരാൾക്ക് കർത്തവ്യങ്ങളില്ല. തസ്യ കാര്യം ന വിദ്യതേ, അദ്ദേഹത്തിന് ചെയ്തത് കൊണ്ടൊരു പ്രയോജനവുമില്ല, ചെയ്യാത്തത് കൊണ്ടൊരു നഷ്ടവും ഇല്ല. അദ്ദേഹത്തിന് ഈ ലോകത്തിലെ ഒരു ഭൂതങ്ങളോടും ഒരു തരത്തിലുള്ള ആശ്രയഭാവവുമില്ല. ഹി ഈസ് ടോട്ടലി ഇൻഡിപെൻഡന്റ്.
ഈസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ എനിബഡി ഓർ എനിത്തിങ്. ഈസ് ഫ്രീ. അങ്ങനെ സ്വതന്ത്രനായിട്ടുള്ള ഒരാളെ ശാസ്ത്രങ്ങൾ ഇന്ന കർത്തവ്യമുണ്ട് എന്ന് പറഞ്ഞ് ശാസിക്കുന്നില്ല. ജ്ഞാനിയായിട്ടുള്ള ഒരാൾക്ക് കർത്തവ്യകർമ്മങ്ങൾ ശാസ്ത്രം നിർബന്ധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, നിവൃത്തി നിരതന്മാർക്ക് എന്തുമാവാം. അവരെ അവരുടെ പാട്ടിന് വിടുക. ബാക്കിയുള്ള അവർ വളരെ ചുരുക്കമേ ഉള്ളൂ ഈ ലോകത്തിൽ. എല്ലാവരും ആ പാകത്തിൽ എത്തിയിട്ടില്ല. അപ്പോൾ ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും പ്രവൃത്തിക്ക് അധികാരികളാണ്. അവർ പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അർജുന, തസ്മാത് അസക്തഃ സതതം കാര്യം കർമ്മ സമാചര. നീ നിന്റെ കർത്തവ്യ കർമ്മത്തെ സംഘം കൂടാതെ നന്നായി ചെയ്താലും ഈശ്വരാർപ്പണമായി ചെയ്താലും, അങ്ങനെ അസക്തനായി കർമ്മത്തെ ആചരിച്ചാലോ പരം ആപ്നോതി പുരുഷഃ. ആ പുരുഷൻ പരത്തെ പ്രാപിക്കുന്നു, ആ പരമാത്മാവിനെ പ്രാപിക്കുന്നു. ഇനി ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരാം. ഈ ലോകത്തിൽ പൂർവികരായിട്ടുള്ള ജനകാദികൾ, ജനകൻ മുതലായിട്ടുള്ള രാജാക്കന്മാർ, അവർ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ അന്ധക്കരണ ശുദ്ധി നേടി ആത്മജ്ഞാനത്തിന് അധികാരികളായി തീർന്നിട്ടുണ്ട്. അതിനുശേഷവും അവർ ജ്ഞാനികളായ ശേഷവും പിന്നെയും കർമ്മം തുടർന്നിട്ടുണ്ട്. രാജർഷികളായിക്കൊണ്ട് അവരുടെ കർത്തവ്യങ്ങളിൽ നിന്ന് അവർ വിരമിച്ചിട്ടില്ല. ലോകത്തിന് മാതൃകയായിക്കൊണ്ട് അവർ കർമ്മം ചെയ്തു. ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തും അർഹസി. അതുകൊണ്ട് നീയും ലോകസംഗ്രഹത്തിനായിക്കൊണ്ടെങ്കിലും, ജ്ഞാനിയായാൽ പോലും ലോകസംഗ്രഹത്തിനായിക്കൊണ്ട് കർത്തവ്യം ചെയ്യാവുന്നതാണ്. കാരണം നീ ലോകത്തിൻ്റെ നടുവിൽ ജീവിക്കുന്നവനാണ്. നീ മറ്റുള്ളവർക്കൊരു ആരാധ്യ പുരുഷനാണ്, മാതൃകാ പുരുഷനാണ്. അതാണ് യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ശ്രേഷ്ഠ പുരുഷന്മാർ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുവോ അതിനെയാണ് മറ്റുള്ളവർ പ്രമാണമായി കാണുന്നത്, അനുകരിക്കുന്നത്. അപ്പോൾ നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. നീ സമൂഹത്തിലൊരു മാതൃകാ പുരുഷനാണ്. നീ മറ്റുള്ളവരാൽ ബഹുമാനിതനാണ്, ആരാധിതനാണ്. നോക്കൂ, എന്നെ കൂടി നോക്കൂ. എനിക്ക് ഈ ലോകത്തിൽ യാതൊരു കർത്തവ്യവും ഇല്ല. 3 ലോകങ്ങളിലും എനിക്ക് കർത്തവ്യമില്ല. കാരണം ഞാൻ പ്രാപിക്കാത്തതായിട്ടൊന്നുമില്ല, ഇനി പ്രാപിക്കേണ്ടതായിട്ടും ഒന്നുമില്ല. എന്നിട്ടും ഞാൻ കർമ്മത്തിൽ തന്നെ നിരതനായിരിക്കുന്നത് കണ്ടില്ലേ? നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന ന അനവാപ്തം അവാപ്തവ്യം ഭർത്തയേവ ച കർമ്മണി. എന്തുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു? ഞാൻ പ്രവർത്തിച്ചില്ല എങ്കിൽ, അലസനായി ഇരുന്നു എങ്കിൽ ഈ ലോകം മുഴുവൻ എന്നെ അനുകരിക്കും. മമ വത്മാനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശഃ. എല്ലാ പ്രകാരത്തിലും മനുഷ്യർ എന്നെ നോക്കി അനുകരിക്കും, എന്നെ പോലെ മടിയനാവും. പിന്നെ അതുകൊണ്ട് തന്നെ ഉത്സീതേയുരിമേ ലോകാഹ ന കുര്യാം കർമ്മചേതഹം. ഞാൻ കർമ്മം ചെയ്തില്ലെങ്കിൽ ഈ ലോകം മുഴുവൻ നശിച്ചു പോകും. ഈ ലോകത്തിന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നവനായിത്തീരും ഞാൻ. സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാമിമാഫ് പ്രജാഹ. ഈ പ്രജകളെയൊക്കെ നശിപ്പിച്ചവനായിത്തീരും ഞാൻ അതിന് തയ്യാറല്ല. അതുകൊണ്ട് അർജുന, എങ്ങനെയാണോ അജ്ഞാനികൾ, അവിദ്വാൻമാർ അവരുടെ കർമ്മത്തിൽ വളരെയധികം ആസക്തരായി അവരുടെ കർമ്മം ചെയ്യുന്നത്, അതുപോലെ അറിവുള്ളവർ, വിദ്വാൻമാരും അതിൽ മുഴുകി ആത്മാർത്ഥമായി കർമ്മം ചെയ്യണം. ലോകത്തിന് നന്മ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട്. ചികീർഷുർ ലോകസംഗ്രഹം. ലോകസംഗ്രഹം ചികീർഷുവായി വിദ്വാൻമാരും കർമ്മം ചെയ്യണം. അതുപോലെ അജ്ഞാനികൾക്ക് നമ്മൾ ബുദ്ധിഭ്രമം ഉണ്ടാക്കരുത്. കർമ്മത്തിൽ ആസക്തിയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മൾ പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടാക്കരുത്, അവർക്ക് ആഘാതമേൽപ്പിക്കരുത്, അവർക്ക് ബുദ്ധിഭ്രമം ഉണ്ടാക്കരുത്. അവർ ചെയ്യുന്ന കർമ്മങ്ങളെ നമ്മൾ കൂടെ ചേർന്ന് പ്രോത്സാഹിപ്പിക്കുക, അവരോടൊപ്പം ചെയ്യുക. ഇനി എന്തുകൊണ്ടാണ് അവർക്ക് അത്രയും ആസക്തിയും മമതയും അഹങ്കാരവും എന്ന് വെച്ചാൽ, അവർക്ക് അറിവില്ലായ്മയാണ്, വിവേകമില്ലായ്മയാണ്. പ്രകൃതിയുടെ ഗുണങ്ങളാൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ അവർ മൂഢന്മാരായതുകൊണ്ട് കർത്താ അഹം ഇതി മന്യതേ, ഞാനാണ് കർത്താവ് എന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ പ്രകൃതിയുടെ ഗുണങ്ങളാണ് ഇന്ദ്രിയങ്ങളും
മനസ്സും ബുദ്ധിയും ശരീരവും ഇങ്ങനെ കാര്യകരണ സംഘാതങ്ങളാണ് കർമ്മം ചെയ്യുന്നത്, പക്ഷേ ആത്മാവാണ് കർമ്മം ചെയ്യുന്നത് എന്ന് അവർ ധരിച്ചിരിക്കുകയാണ്. അവർക്ക് അനാത്മ വിവേചനം ഇതുവരെ അറിവില്ല, അതിനെക്കുറിച്ച് അതിനുള്ള ബോധം ഇല്ല, അനാത്മ വിവേചനം ചെയ്തിട്ടില്ല. എന്താണ് ആത്മാവിൻ്റെ സ്വരൂപം, എന്താണ് അനാത്മ, ഇത് രണ്ടും തമ്മിൽ വേർതിരിവില്ല അവർക്ക്. അതുകൊണ്ട് പ്രകൃതിയുടെ ഗുണങ്ങൾ ചെയ്യുന്ന അഥവാ കാര്യകരണ സംഘാതങ്ങൾ ചെയ്യുന്ന കർമ്മത്തെ ആത്മാവായ ഞാൻ ചെയ്യുന്നു എന്ന് ധരിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും എല്ലാം തത്വമറിയുന്ന ഒരാളാവട്ടെ ഗുണേഷു വർത്തന്തേ ഇതിമത്വാന സജ്ജതേ, കാര്യകരണ സംഘാതമായ പ്രകൃതി ഗുണങ്ങൾ വിഷയങ്ങളാകുന്ന അല്ലെങ്കിൽ പ്രപഞ്ചമാകുന്ന ഗുണങ്ങളിൽ വർത്തിക്കുന്നു എന്ന് കരുതി ആത്മസ്വരൂപനായിട്ടുള്ള ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അതിൽ ഒട്ടലില്ല അദ്ദേഹത്തിന്. അദ്ദേഹം അതിൽ അസക്തനായിരിക്കുന്നു, ആസക്തനാവുന്നില്ല. പ്രകൃതിയുടെ ഗുണങ്ങളാൽ സമ്മൂഢനായിട്ടുള്ള ഒരാൾ ആ ഗുണകർമ്മങ്ങളിൽ ഒട്ടുന്നു. സജ്ജന്തേ ഗുണകർമ്മസു, അങ്ങനെയുള്ള അല്പജ്ഞന്മാരായ അറിവില്ലാത്ത മൂഢന്മാരെക്കുറിച്ച്, മന്ദന്മാരെക്കുറിച്ച് അറിവുള്ളവർ അവരെ പിടിച്ച് കുലുക്കരുത്, അവരെ ഭ്രമിപ്പിക്കരുത്. കൃഷ്ണവിത് എന്ന വിചാലയേത്, അവരെ വല്ലാതെ ഇളക്കിക്കളയരുത്. അവരിപ്പോൾ ചെയ്യുന്നത് ചെയ്യട്ടെ, അവർ പോകുന്ന വഴിക്ക് പോകട്ടെ. അവർക്ക് ഭാഗമാകുമ്പോൾ അവർ അന്വേഷിക്കും, അപ്പോഴാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതുവരയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യവും ഇല്ല. അവർ കേൾക്കാൻ അധികാരികളായിട്ടില്ല, അവർക്ക് ശ്രദ്ധയുണ്ടായിട്ടില്ല. അതുകൊണ്ട് അവരെ അവരുടെ പാട്ടിന് വിടുക. കർമ്മത്തിൽ ആസക്തരായി ചെയ്യുന്ന മൂഢന്മാർ അങ്ങനെ തന്നെ ചെയ്യട്ടെ. ഇനി നിന്നെ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? എന്നിൽ എല്ലാ കർമ്മങ്ങളെയും പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് അധ്യാത്മചേതസ, ആത്മനിഷ്ഠനായിക്കൊണ്ട് ആത്മാവിനെ അന്വേഷിക്കുന്നവനായി ലക്ഷ്യമാക്കിക്കൊണ്ട് ആഗ്രഹങ്ങളില്ലാതെ മമതയില്ലാതെ അസ്വസ്ഥതകളൊന്നുമില്ലാതെ വിഗതജ്വരനായി നീ ഇപ്പോൾ വന്നിട്ടുള്ള കാര്യമായ യുദ്ധം ചെയ്താലും നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധ്യസ്വ വിഗതജ്വര. ഇങ്ങനെയുള്ള ഈ കർമ്മയോഗത്തെ സംബന്ധിച്ച എൻ്റെ ഈ അഭിപ്രായത്തെ ഏത് മാനവനാണോ നിത്യം അനുഷ്ഠിക്കുന്നത്, ശ്രദ്ധാവാനും അനസൂയവുമായിട്ടുള്ള അവർ കർമ്മങ്ങളിൽ നിന്ന് മുക്തരായിത്തീരുന്നു. എന്നാൽ ആരാണോ എൻ്റെ ഈ മതത്തെ, എൻ്റെ ഈ അഭിപ്രായത്തെ നിന്ദാപൂർവം കാണുന്നത്, അനുഷ്ഠിക്കാതിരിക്കുന്നത്, ധിക്കാരം ചെയ്യുന്നത്, അവർ എല്ലാ വിഷയത്തിലും മൂഢന്മാരായിക്കൊണ്ട് നശിച്ചു പോകുന്നു. ബുദ്ധിയില്ലാത്തവരാണെന്ന് അവരെക്കുറിച്ച് അറിഞ്ഞാലും. ഇനി ജ്ഞാനികൾ പോലും അവരുടെ പ്രകൃതിക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതേർ ജ്ഞാനവാനപി. എല്ലാവരും പ്രകൃതിയാൽ വലിച്ചഴയ്ക്കപ്പെട്ടുകൊണ്ട് പ്രകൃതിയെ പ്രാപിക്കുന്നു. ആ പ്രകൃതിയെ വല്ലാതെ നിയന്ത്രിക്കരുത്. നിഗ്രഹ കിം കരിഷ്യതി, നിഗ്രഹം കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് ചെറിയ അളവിൽ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് പോകണം. അതിനെ തോന്നിയവാസിയായിട്ട് വിടാനും പാടില്ല. നമ്മുടെ പ്രകൃതിയെ നമ്മൾ അഴിച്ചു വിടാനും പാടില്ല. എന്നാൽ വല്ലാതെ സപ്രസ് ചെയ്ത് അതിനെ ശ്വാസം മുട്ടിക്കാനും പാടുള്ളതല്ല. അതിനാണ് പ്രവൃത്തി ധർമ്മം തന്നിരിക്കുന്നത്, അതിനാണ് ഗൃഹസ്ഥാശ്രമധർമ്മം തന്നിരിക്കുന്നത്. ചെറിയൊരു എന്താ പറയുക, എല്ലാ കാര്യങ്ങളിലും ഓരോ അനുവാദം തന്നിരിക്കുന്നു, ചെറിയ കോംപ്രമൈസുകൾ തന്നിരിക്കുന്നു. ചെറുതായി ചെറുതായി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, എല്ലാറ്റിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ജീവിക്കുക, ബോധപൂർവം ജീവിക്കുക. ആത്യന്തികമായിട്ടുള്ള നിയന്ത്രണമാണ് ലക്ഷ്യമെങ്കിലും പെട്ടെന്ന് എല്ലാറ്റിനെയും അടിച്ച് നിയന്ത്രിക്കാൻ സാധ്യമല്ല. ക്രമത്തിൽ നിയന്ത്രിച്ചു കൊണ്ടുവരിക. ഇന്ദ്രിയസ്യ ഇന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർന്ന വശമാകച്ചേത് തൗ ഹി അസ്യ പരിപന്തിനൗ. ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതാതിൻ്റെ വിഷയങ്ങളിൽ കാലാകാലങ്ങളായി ആർജിച്ച രാഗദ്വേഷ ശീലങ്ങളുണ്ട്, അത് ഉറച്ചു പോയിട്ടുണ്ട്. എന്നാൽ അതിനെ വല്ലാതെ എൻ്റർടൈൻ ചെയ്യണ്ട, അതിൻ്റെ വശം പ്രാപിക്കേണ്ട,
നിയന്ത്രിക്കണം. കാരണം ഈ രാഗദ്വേഷങ്ങൾ അവൻ്റെ ശത്രുക്കളാകുന്നു, അവനെ വഴിതെറ്റിക്കുന്നവരാകുന്നു. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹഃ. ഇത്തിരി മറ്റുള്ളവരുടെ ധർമ്മങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ധർമ്മം ഗുണം കുറഞ്ഞതാണെങ്കിലും മറ്റുള്ളവർ പറയുന്നു ഈ പ്രവൃത്തി വലിയ ഗുണമുള്ളതല്ല എന്നൊക്കെ ആരോ പറഞ്ഞോട്ടെ, നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ നമ്മൾ ബഹുമാനിക്കുക, അതിനെ ആദരിക്കുക. അതെന്തു തന്നെയാണെങ്കിലും അവനവൻ്റെ സ്വധർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠം. ആ സ്വധർമ്മം അതിൽ ഉറച്ചിരിക്കുന്നതാണ് ശ്രേയസ്കരം. അതിൽ മരിച്ചാലും അത് ശ്രേയസ്കരം തന്നെ. പരധർമ്മോ ഭയാവഹഃ. പരധർമ്മം നരകതുല്യമാകുന്നു, നരകത്തിലേക്ക് നയിക്കുന്നതാകുന്നു. അതുകൊണ്ട് നമ്മുടെ സ്വധർമ്മം എന്തെന്ന് അറിഞ്ഞ് അനുഷ്ഠിക്കുക. ആ സ്വധർമ്മ അനുഷ്ഠാനമാണ് ഏറ്റവും വലിയ തപസ്, നമ്മളെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ. അപ്പോൾ സ്വധർമ്മം എങ്ങനെ തീരുമാനിക്കും? നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നാണ് തീരുമാനിക്കേണ്ടത്. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരിൽ എൻ്റെ വർണ്ണം ഏതാണ്? ബ്രഹ്മചര്യ ഗാർഹസ്ഥ്യ വാനപ്രസ്ഥ സന്യാസ ആശ്രമങ്ങളിൽ എൻ്റെ ആശ്രമം ഏതാണ്? അതിങ്ങനെ വർണ്ണ ആശ്രമ ധർമ്മങ്ങളിൽ എൻ്റെ ധർമ്മം എന്താണെന്ന് നിശ്ചയിച്ചുകൊണ്ട് അനുഷ്ഠിക്കുക. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾ ശാസ്ത്രം തന്നെ തന്നിട്ടുണ്ട്. ആ വിട്ടുവീഴ്ചകൾ മാത്രം അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എൻജോയ് ചെയ്യുക. ആ വിട്ടുവീഴ്ചകളെ എൻജോയ് ചെയ്തോളൂ. ഒരു ഗൃഹസ്ഥനായിരിക്കുന്നവൻ സന്യാസിയെപ്പോലെ കഠിനങ്ങളായിട്ടുള്ള നിഷ്ഠകളൊന്നും ആവശ്യമില്ല. ബ്രഹ്മചാരിയെ പോലെയുള്ള നിഷ്ഠകൾ ആവശ്യമില്ല. ആ ഗൃഹസ്ഥൻ്റേതായിട്ടുള്ള എക്സംഷൻസ് ഉണ്ട്. അതുപോലെ ബ്രാഹ്മണന്, ക്ഷത്രിയന്, വൈശ്യന്, ശൂദ്രന് എന്നുള്ള അവരവരുടെ ധർമ്മത്തിനനുസരിച്ച് ശാസ്ത്രങ്ങൾ എക്സംഷൻസ് തന്നിട്ടുണ്ട്. ശൂദ്രന് കൂടുതൽ എക്സംഷൻസ്, വൈശ്യന് അതിൽ കുറവ്, ക്ഷത്രിയന് അതിലും കുറവ്, ബ്രാഹ്മണന് നല്ലോണം കുറച്ചിട്ടുണ്ട്. കാരണം അവരവരുടെ കപ്പാസിറ്റിക്ക് താങ്ങാൻ പറ്റുന്നതിന് അനുസരിച്ച് ഓരോരുത്തർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നത്ര റെസ്ട്രിക്ഷൻസ് ആണ്. ഇതാണ് കർമ്മയോഗത്തിൻ്റെ ഒരു സംഗ്രഹം ഓടിച്ച് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ധർമ്മം, സ്വധർമ്മം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ സ്വധർമ്മത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്ന ആ ശക്തി ആരാണ്, എന്താണ്, എന്തുകൊണ്ട് നമ്മളാരും ആഗ്രഹിക്കാതെ തന്നെ നമുക്ക് സ്വധർമ്മം ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിട്ടും പാപം ചെയ്യരുത്, തെറ്റായ ധർമ്മം ചെയ്യരുത് എന്ന് എല്ലാവർക്കും ഇച്ഛയുണ്ടായിട്ടും നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ല നമ്മൾ ബലാത്കാരേണ പാപത്തിലേക്ക്, തെറ്റുകളിലേക്ക്, അധർമ്മത്തിലേക്ക്, പരധർമ്മത്തിലേക്ക് ഒക്കെ വലിച്ചഴക്കപ്പെടുന്നത് ആരാൽ നിയന്ത്രിക്കപ്പെട്ടിട്ടാണ് എന്ന് അർജുനൻ കൂടുതലൊരു വ്യക്തതയ്ക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിച്ചു. അതകേന പ്രയുക്തോയം പാപം ചരതി പൂരുഷഃ അനിച്ഛന്നപി വാഷ്ണേയ ബലാദിവ നിയോജിത. അതിന് ഭഗവാൻ മറുപടി പറഞ്ഞു, കാമവും ക്രോധവുമാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. കാമം തന്നെ ക്രോധം. ആ കാമവും ക്രോധവുമാണ് രജോ ഗുണത്തിൽ നിന്നുണ്ടാകുന്നു. അത് മഹാ അശനനാണ്. എന്ത് കിട്ടിയാലും മതിയാവാത്തവനാണ് ഈ കാമൻ. വലിയ പാപങ്ങളെ ചെയ്യിപ്പിക്കുന്നവനാണ്, മഹാപാപമാ. അവനെ ശത്രുവായിട്ട് തന്നെ കരുതണം. അവനെ മിത്രമായി കരുതരുത്. അവനോട് സോഫ്റ്റായിട്ട് പെരുമാറരുത്. അവനോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അരുത്. അവൻ വൈരി തന്നെയാണെന്ന് ഉറപ്പിച്ചോളൂ. ഈ കാമം എങ്ങനെയാണ് നമ്മുടെ ജ്ഞാനത്തെ മറച്ച് നമ്മളെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതെങ്കിൽ അത് പലതരം ആളുകളിൽ പല പ്രകാരത്തിലാണ്. ധൂമേന ആവ്രിയത്തെ വന്യഃ യഥാ ആദർശോ മലേന ച യഥാ ഉൽബേനാവൃതോ ഗർഭഃ തഥാ തേനേദമാവൃതം.
ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണ അനലേന ച. എപ്രകാരമാണോ പുക കൊണ്ട് അഗ്നി മറഞ്ഞിരിക്കുന്നത്, അതുപോലെയാണ് സാത്വികന്മാരിൽ അവരുടേതായിട്ടുള്ള സാത്വിക വാസനകൾ അവരുടെ ജ്ഞാനത്തെ മറയ്ക്കുന്നത്. അത് പെട്ടെന്ന് സാത്വികമായതുകൊണ്ട് തന്നെത്താൻ തന്നെ കാലം കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് തന്നെ മാറിപ്പോകും. കാറ്റടിക്കുമ്പോൾ ധൂമം മാറുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ശാസ്ത്രബോധം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു ദർശനം, അല്ലെങ്കിൽ നമ്മുടെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മ, ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഉള്ളിൽ ധർമ്മബോധം ഉണരാൻ അനേക സാഹചര്യങ്ങളുണ്ട്. അധർമ്മത്തിലേക്ക് നമ്മൾ പോകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു സാഹചര്യം നമ്മെ ധർമ്മത്തിലേക്ക് തന്നെ പിടിച്ചു വലിക്കും. ഈ കാറ്റടിച്ച് പുക നീങ്ങുന്നത് പോലെ. അതാണ് സത്വഗുണത്തിൻ്റെ ആ സാത്വികമായിട്ടുള്ള മറ. എന്നാൽ കണ്ണാടിയിൽ പൊടി പിടിച്ചാൽ അത് നല്ലോണം തുടച്ച് തന്നെ വൃത്തിയാക്കണം. അപ്പോൾ രജോഗുണത്തിലുള്ള കാമം അത് കർമ്മയോഗം കൊണ്ട് തന്നെ നീക്കണം, കർമ്മയോഗം അനുഷ്ഠിക്കണം. എന്നാൽ എങ്ങനെയാണോ ഒരു ഗർഭപാത്രത്തിൽ ആ ഗർഭാവരണത്താൽ മൂടിക്കിടക്കുന്ന ഗർഭം കാലം കൊണ്ട് മാത്രമേ പുറത്തേക്ക് വരുള്ളൂ, അതുപോലെയാണ് തമോ ഗുണം കൊണ്ടുള്ള കാമം. ആ തമോ ഗുണം നമ്മളെ കാലം കൊണ്ട് മാത്രമേ നമുക്ക് വെളിച്ചം കാണിക്കുകയുള്ളൂ, നമ്മുടെ ഉള്ളിൽ ജ്ഞാനം പ്രകാശിക്കുകയുള്ളൂ. അത് കാത്തിരുന്നു തന്നെ നിവൃത്തിയുള്ളൂ, അത് ബലം പിടിച്ചിട്ട് കാര്യമില്ല. അപ്പം ഇങ്ങനെയാണ് ഒരു ജ്ഞാനിയെ, അയാളുടെ ജ്ഞാനത്തെ ഈ 3 തരത്തിൽ ആവരണം ചെയ്യുന്നു. സാത്വിക, രാജസ, താമസ ആവരണങ്ങൾ. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ ദുഷ്പൂരേണ അനലേന ച. ഒരിക്കലും തൃപ്തിയാക്കാൻ പറ്റാത്ത അഗ്നിയെ പോലെയാണ് ഈ കാമം. അവൻ ജ്ഞാനിക്ക് നിത്യവൈരിയാണെന്ന് അറിഞ്ഞാലും, കാരണം ജ്ഞാനിക്ക് ഏത് പാപം ചെയ്യുമ്പോഴും ഉള്ളിൽ കാമം വരുമ്പോഴും അപ്പം തന്നെ അതിൻ്റെ ദുഃഖം അറിയും. അവൻ അപ്പം തന്നെ സംഘർഷത്തിലേക്കാവും. നേരെ മറിച്ച് മൂഢന്മാർക്കത് പ്രശ്നമില്ല. മൂഢന്മാർ പിന്നീടേ തിരിച്ചറിയുള്ളൂ. അതുകൊണ്ട് അവർക്ക് നിത്യവൈരിയല്ല. ഒരു ജ്ഞാനിക്ക് കാമം നിത്യവൈരിയാകുന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷം ഈ കാമത്തിൻ്റെ വാസസ്ഥാനം എവിടെയാണെന്നുള്ള ശങ്കയ്ക്ക് മറുപടി പറയുകയാണ്. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാണ് ഈ കാമത്തിൻ്റെ അധിഷ്ഠാനം. ഈ ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ടാണ് ഈ കാമം ഒരു ദേഹിയുടെ ജ്ഞാനത്തെ ആവരണം ചെയ്ത് അവനെ മോഹിപ്പിക്കുന്നത്. ഈ ഇന്ദ്രിയ മനോബുദ്ധികളിലൂടെയാണ് ഭ്രമിപ്പിക്കുന്നത്. അതുകൊണ്ട് അർജുന, നീ ആദ്യം നിയന്ത്രിക്കേണ്ടത് ഇന്ദ്രിയങ്ങളെയാകുന്നു, ജ്ഞാനേന്ദ്രിയങ്ങളെയാകുന്നു. ആ ഇന്ദ്രിയങ്ങളാണ് ഈ കാമത്തെ ശക്തിപ്പെടുത്തുന്ന ദ്വാരങ്ങൾ. കോട്ടയുടെ കവാടങ്ങൾ തുറന്നു വെച്ചാൽ ആ കോട്ടയ്ക്കകത്തുള്ള ശത്രുവിന് എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും ആഹാര പദാർത്ഥങ്ങളും മറ്റെന്തൊക്കെ സഹായങ്ങൾ വേണോ എല്ലാം എത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കോട്ടയ്ക്കകത്തുള്ള ശത്രുവിനെ ആക്രമിക്കാൻ ആദ്യം കോട്ടയുടെ വാതിലുകൾ നമ്മുടെ കസ്റ്റഡിയിലാക്കണം, നമ്മുടെ നിയന്ത്രണത്തിലാക്കണം. ആ വഴിക്ക് ഒരാളും അകത്തേക്കും പുറത്തേക്കും പോകാതെ നോക്കണം. ഉള്ളിലുള്ള ശത്രുവിനെ ഉള്ളിൽ തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം. അയാൾക്ക് ഒരു തരത്തിലുള്ള ആയുധങ്ങളും ആഹാരങ്ങളും ധാന്യങ്ങളും ഒന്നും എത്താതെ അയാൾ അവിടെ ക്ഷീണിക്കണം. അയാളുടെ ആയുധങ്ങൾ കഴിയുമ്പോൾ അയാൾ പരാജയപ്പെടും. അയാളുടെ ശക്തി ക്ഷയിക്കുമ്പോൾ അയാൾ പരാജയപ്പെട്ട് സറണ്ടറാവും. അപ്പോൾ ഉള്ളിൽ കാമം കയറി കൂടിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പുതിയതായിട്ട് പുറത്തുനിന്ന് കയറിക്കൂടാതിരിക്കാൻ, പുതിയ വിഷയവാസനകൾ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. വേണ്ടാത്തതിലൊക്കെ പോയി തലയിടാതിരിക്കണം. വേണ്ടാത്തതൊക്കെ കാണാനും വേണ്ടാത്തതൊക്കെ കേൾക്കാനും വേണ്ടാത്തതൊക്കെ അനുഭവിക്കാനും, അങ്ങനെ എല്ലാ തരത്തിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് അടക്കണം. അപ്പോൾ മാത്രമേ കാമത്തെ ജയിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിലോ
ഇന്ദ്രിയങ്ങൾ തുറന്നിട്ടുകൊണ്ട് കാമത്തോട് യുദ്ധം ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് മൗഢ്യമാകുന്നു, ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. ഇന്ദ്രിയങ്ങളെ തുറന്നിട്ടിട്ട് കാമത്തെ ജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ആദ്യം അടയ്ക്കൂ. തസ്മാത്വം ഇന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ പാപുമാനം പ്രജഹിഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. ഇവൻ പാപിയാണ് ഈ കാമൻ. അവനെ നശിപ്പിച്ചാലും അവനെ ഉപേക്ഷിച്ചാലും അവൻ ജ്ഞാനവിജ്ഞാനത്തെ നശിപ്പിക്കുന്നവനാണ്. നമ്മുടെ ഉള്ളിലുള്ള ഇതുവരെ ശാസ്ത്രങ്ങളിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും കിട്ടിയ ജ്ഞാനത്തെയും നമ്മുടെ അനുഭവ പരിജ്ഞാനത്തെയും നശിപ്പിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ കാമത്തെ നശിപ്പിക്കേണ്ടത്, കാമത്തെ പൂർണ്ണമായും കൊന്നുകളയേണ്ടത്? അതിനുള്ള വഴിയാണ് ഇന്ദ്രിയങ്ങൾ മനസ്സിനെ കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കുക. ബുദ്ധിയുടെ നിയന്ത്രണം ആത്മാവിനായിരിക്കണം, അവനവൻ്റെ കയ്യിലായിരിക്കണം. എൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ടായിരിക്കണം എൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഠോപനിഷത്തിൽ പറയുന്ന ഒരു ഉപമയുണ്ട്. ഇന്ദ്രിയങ്ങളെ കുതിരകളായും മനസ്സിനെ കടിഞ്ഞാണായും ബുദ്ധിയെ സാരഥിയായും ആത്മാവിനെ രഥത്തിൻ്റെ സ്വാമിയായും ചിത്രീകരിക്കുന്നുണ്ട്. ഇന്ദ്രിയാണി ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു. ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാൻ തേഷു ഗോചരാൻ. അതിനു മുമ്പ് എന്താണ്? ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു. ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ച. ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാൻ തേഷു ഗോചരാൻ എന്നുള്ള മന്ത്രം കഠോപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പം എന്താണ് അവിടെ? ആത്മാനം രഥിനം വിദ്ധി. ആത്മാനം ആത്മാവിനെ, രഥിനം വിദ്ധി. രഥിനം എന്ന് പറഞ്ഞാൽ രഥീ എന്ന് പറഞ്ഞാൽ രഥത്തിൻ്റെ ഉടമസ്ഥൻ, സ്വാമി, യജമാനൻ. അപ്പോൾ ഇവിടെ ആത്മാവാണ് യജമാനൻ, സ്വാമിയായിരിക്കുന്നത്. ആത്മാവിന് വേണ്ടിയിട്ടാണ് രഥം, ശരീരമാകുന്ന രഥം. അല്ലാതെ രഥത്തിന് വേണ്ടി സ്വാമിയല്ല, സ്വാമിക്ക് വേണ്ടി രഥം. അപ്പോൾ ആരാണ് മേൽക്കോയ്മ, ആർക്കാണ് മഹത്വം? അതിൻ്റെ ഉടമസ്ഥനാണ് മഹിമ. അദ്ദേഹം ഉണ്ടെങ്കിൽ ഈ രഥം കേടുവന്നാലും വേറെ രഥം അദ്ദേഹത്തിന് കൊണ്ടുവരാം, ഉപയോഗിക്കാം. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു. ശരീരമാണ് രഥം എന്ന് മനസ്സിലാക്കുക. ബുദ്ധിം തു സാരഥിം വിദ്ധി. ബുദ്ധിയെ സാരഥിയായി അറിഞ്ഞാലും. അപ്പോൾ രഥസ്വാമിയുടെ ലോയലായിരിക്കണം സാരഥി, വേണ്ടേ? സ്വാമിയോട് വിധേയനായിരിക്കണം. അദ്ദേഹത്തിൻ്റെ നന്മയെ കാക്ഷിക്കുന്ന, അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തെ ഉറപ്പാക്കുന്ന നല്ല സാമർഥ്യമുള്ള ആളായിരിക്കണം സാരഥി. സാരഥി മിടുക്കനായിരിക്കണം. മിടുക്കനായതുകൊണ്ട് മാത്രമായിട്ടില്ല. ഇപ്പോൾ കർണൻ്റെ സാരഥിയായിരുന്നു ശല്യര്, പക്ഷേ ശത്രുവിനെ പോലെ പെരുമാറിയത് അല്ലേ? അതുകൊണ്ട് കർണന് ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഭഗവാനോ അർജുനൻ്റെ എല്ലാം അറിയുന്ന ഹിതകാംക്ഷിയായിരുന്നു. അർജുനനോട് വളരെയധികം പ്രേമമുള്ള, അർജുനൻ്റെ ഹിതം മാത്രം കാക്ഷിക്കുന്ന ഒരു നല്ല സാരഥിയായിരുന്നു കൃഷ്ണൻ. അപ്പോൾ നമ്മുടെ ബുദ്ധി ഈ കൃഷ്ണനെ പോലെ നല്ല സാരഥിയാവണം. ആ കൃഷ്ണനിൽ നിന്നുള്ള അറിവ് പകർന്നു കിട്ടിയ സാരഥിയാവട്ടെ നമ്മുടെയൊക്കെ ബുദ്ധി. എത്ര യോഗേശ്വര കൃഷ്ണ, യോഗേശ്വരനായ കൃഷ്ണൻ നമ്മുടെ ബുദ്ധിയിലിരിക്കട്ടെ. നമ്മൾ ധനുർധരന്മാരായ പാർത്ഥന്മാരായിരിക്കുക. നമ്മുടെ അപ്പോൾ
ഇവിടെ ഈ രഥത്തിൽ, പാർത്ഥസാരഥി രഥത്തിൽ അർജുനനാണ് ജീവാത്മ. ആ ജീവാത്മാവിനെ നയിക്കുന്ന ബുദ്ധിയാണ് ഭഗവാൻ. ബുദ്ധിസ്ഥാനീയനാണ് ഇവിടെ ഭഗവാൻ. ഇനി ഇന്ദ്രിയാണി ഹയാനാഹു, ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ എന്ന് പറയപ്പെടുന്നത്. മനസ്സ് കടിഞ്ഞാണെന്ന് അറിഞ്ഞാലും മനഃപ്രഗ്രഹമേവച്ച, മനസ്സിനെ പ്രഗ്രഹം അഥവാ കടിഞ്ഞാണായിട്ട്. അപ്പോൾ മനസ്സിന് അഥവാ കടിഞ്ഞാൺ എങ്ങനെയാണോ നല്ല മയവും മൃദുവും എന്നാൽ ബലമുള്ളതും വഴക്കമുള്ളതും ആയിരിക്കണം, വേണ്ടേ? നല്ല കയറായിരിക്കണം. ആ കയർ, കുതിരയെ കെട്ടുന്ന കയറൊക്കെ, കുതിരയെ പിടിക്കുന്ന കയറൊക്കെ നല്ല മയം വരുത്തിയിട്ടുണ്ടാവും, പല ലേപനങ്ങളൊക്കെ പുരട്ടിയിട്ട്. നല്ല സോഫ്റ്റാക്കി പിടിക്കുന്നവർക്ക് കൈ വേദനിക്കാതെ, കുതിരയ്ക്കും കഴുത്തധികം വേദനിക്കാതെ, എന്നാൽ നല്ല ബലമുള്ളതും ആയിരിക്കണം. അപ്പോൾ ആ ഒരു വ്രതങ്ങളെ കൊണ്ടും തപസ് കൊണ്ടുമൊക്കെ നല്ല ഏകാഗ്രമാക്കിയിരിക്കുന്ന മനസ്സ്, അതാണ് നല്ല മനസ്സ്. നല്ല കടിഞ്ഞാൻ പോലെയുള്ള മനസ്സ്, അടക്കമുള്ള മനസ്സ്. ഇപ്പോൾ കയറിൽ, കുതിരയെ കെട്ടിയിട്ടുള്ള കയറിൻ്റെ പിരിയൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലോ അത് പൊട്ടിപ്പോവും, അല്ലേ? ദുർബലമായി പൊട്ടിപ്പോവും. അപ്പം നമ്മുടെ മനസ്സിനും അതുപോലെ എന്താ പറയുക, നിശ്ചയമില്ലാത്ത മനസ്സാണെങ്കിൽ, ഏകാഗ്രമല്ലെങ്കിൽ, അവ്യവസായിനാം എന്ന് മുമ്പ് പറഞ്ഞില്ലേ, വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന എന്ന് പറഞ്ഞപ്പോൾ ആ അവ്യവസായി എന്ന് പറഞ്ഞു, യാതൊരു നിശ്ചയവുമില്ലാത്ത ആളുകൾ, ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്തവർ, ഒരു ഡിസിപ്ലിനും ഇല്ലാത്തവർ, അങ്ങനെയുള്ളവരുടെ മനസ്സ് ഈ പൊട്ടുന്ന കയറാണ്, ദ്രവിച്ച കയറാണ്, പൊട്ടിപ്പോകും. അപ്പോൾ ആ മനസ്സാകുന്ന കയറിനെ ദൃഢപ്പെടുത്തണം, ഏകാഗ്രമാക്കണം. അത് വ്രതങ്ങളിലൂടെയും തപസ്സുകളിലൂടെയും ഒക്കെ പാകപ്പെടുത്തിയെടുക്കണം. അതുപോലെ ഇന്ദ്രിയങ്ങൾ കുതിരകളാണ്. അപ്പോൾ കുതിരകളെ നമ്മൾ മെരുക്കിയെടുക്കണം. മെരുക്കില്ലാത്ത കുതിരകളാണെങ്കിൽ 5 കുതിരകൾ 5 വഴിക്ക് വലിക്കും നമ്മളെ. അത് 5 വഴിക്ക് വലിച്ചാൽ, 5 വഴിക്ക് വലിച്ചാൽ കുതിര വണ്ടി എവിടെ എത്തില്ല, രഥം എവിടേക്കും പോവില്ല, മറിഞ്ഞു വീഴാനേ ചാൻസ് ഉള്ളൂ. അതിൻ്റെ സ്വാമിക്ക് നാശമേ ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ അടക്കമുള്ള കുതിരകളാവണം. ആ കുതിരകൾക്ക് വേണ്ട പരിശീലനം കൊടുത്തിരിക്കണം, ട്രെയിനിങ് കൊടുത്തിരിക്കണം, അതിനെ പാകപ്പെടുത്തിയിട്ടുണ്ടാവണം. ദുഷ്ട അശ്വങ്ങളാവരുത്, നല്ല പരിശീലനം കിട്ടിയ ഡിസിപ്ലിനുള്ള അശ്വങ്ങളാവണം. സ്വാമിയുടെ ഹിതത്തിനനുസരിച്ച്, സ്വാമിയുടെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന കുതിരകളാവണം. അപ്പം അതുപോലെ ആവണം നമ്മുടെ ഇന്ദ്രിയങ്ങളും, അല്ലെങ്കിൽ ഈ രഥം മറിഞ്ഞ് നശിക്കും നമ്മൾ. ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാൻ തേഷു ഗോചരാൻ, വിഷയങ്ങളാണ് ഈ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ പോകുന്ന മാർഗങ്ങൾ. അപ്പം അതിലേക്ക് നിയന്ത്രിച്ചേ വിടാവൂ. വളരെ നിയന്ത്രണത്തോടുകൂടി വേണം ഈ രഥത്തെ നമ്മൾ കൈകാര്യം ചെയ്യാൻ. അതിന് സാരഥി നമ്മുടെ മനസ്സറിയുന്ന, നമ്മുടെ ഹിതം പ്രവർത്തിക്കുന്ന, നമ്മുടെ ലോയലായിട്ടുള്ള ആളായിരിക്കണം, ബുദ്ധിയാകുന്ന സാരഥി. അപ്പോൾ ബുദ്ധിക്ക് ഒരുപാട് ട്രെയിനിങ് കിട്ടേണ്ടതുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനി ബുദ്ധിയാണ്. ഒരു രഥത്തിൻ്റെ ഒരു ശരിക്കുള്ള നിയന്ത്രണം സാരഥിയുടെ കയ്യിൽ തന്നെയാണ്. ആ സാരഥി നല്ല ആളല്ലെങ്കിൽ ഈ സ്വാമിക്ക് പ്രയോജനമില്ല, രഥത്തിൻ്റെ ഉടമസ്ഥന് പ്രയോജനമില്ല. അപ്പം നമ്മൾ നമ്മുടെ ബുദ്ധിയെ തന്നെയാണ് വേണ്ട അറിവ് കൊടുത്ത് പാകപ്പെടുത്തി നമുക്ക് ലോയലാക്കി മാറ്റേണ്ടത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാക്കി മാറ്റണം നമ്മുടെ ബുദ്ധിയെ. നല്ല സംസ്കാരമുള്ളതാക്കി, സദാചാരമുള്ളതാക്കി, നല്ലത് മാത്രം ചിന്തിക്കുന്ന ആ ബുദ്ധിയെ നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കണം അഭ്യാസം കൊണ്ട്. അപ്പം അതാണ് ഇവിടുത്തെ നിയന്ത്രണത്തെക്കുറിച്ച് പറയുന്നത്. ഇന്ദ്രിയാണി പരാണ്യാഹുഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാബുദ്ധി യോ ബുദ്ധേഹേ പരതസ്തു സഹ. ഇന്ദ്രിയങ്ങൾ പരങ്ങളാണെന്ന് പറയപ്പെടുന്നു. ഇവിടെ പരങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ വിഷയങ്ങളെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ ശരീരത്തെ അപേക്ഷിച്ച്, ദേഹത്തെ അപേക്ഷിച്ച് ഇന്ദ്രിയങ്ങൾ ശ്രേഷ്ഠങ്ങളാകുന്നു. ആ ഇന്ദ്രിയങ്ങളെക്കാൾ പരമാകുന്നു, ശ്രേഷ്ഠമാകുന്നു മനസ്സ്.
മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാകുന്നു ബുദ്ധി, ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാകുന്നു ആത്മ സഹ എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഏവം ബുദ്ധേഹേ പരം ബുദ്ധ്വ, ബുദ്ധിക്കും പരനായിരിക്കുന്നവനെ അറിഞ്ഞ്, ഈ ആത്മാവിനെ അറിഞ്ഞ്, സംസ്തഭ്യ ആത്മാനം ആത്മന, താഴെ താഴെ ഉള്ളതിനെ മുകളിൽ മുകളിൽ ഉള്ളവരെ നിയന്ത്രിച്ച്, സംസ്തഭ്യ ആത്മാനം ആത്മന, ഇന്ദ്രിയങ്ങളാകുന്ന ആത്മാവിനെ അല്ലെങ്കിൽ ദേഹമാകുന്ന ആത്മാവിനെ ഇന്ദ്രിയങ്ങളാകുന്ന ആത്മാ നിയന്ത്രിച്ച്, ഇന്ദ്രിയങ്ങളാകുന്ന ആത്മാവിനെ മനസ്സാകുന്ന ആത്മാ നിയന്ത്രിച്ച്, മനസ്സാകുന്ന ആത്മാവിനെ ബുദ്ധിയാകുന്ന ആത്മാ നിയന്ത്രിച്ച്, ബുദ്ധിയാകുന്ന ആത്മാവിനെ ആത്മാവാകുന്ന ആത്മാ നിയന്ത്രിച്ച്, കീഴുദ്യോഗസ്ഥന്മാരെ മേലുദ്യോഗസ്ഥന്മാർ ക്രമത്തിൽ നിയന്ത്രിക്കുന്ന പോലെ ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് താഴെ താഴെയുള്ളവരുടെ നിയന്ത്രണം മുകളിൽ മുകളിലുള്ളവർക്ക് ക്രമത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ നിയന്ത്രിച്ച് സംസ്തഭ്യാത്മാനമാത്മന ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം, കീഴ്പ്പെടുത്താൻ പ്രയാസമേറിയവനായ കാമനാകുന്ന ശത്രുവിനെ, ഹേ മഹാബാഹോ, നീ വലിയ കൈകളുള്ളവനല്ലേ, ക്ഷത്രിയ വീരനല്ലേ, നിനക്ക് പുറത്തുള്ള ശത്രുക്കളെയൊക്കെ കൊല്ലാം, എന്നാൽ ഈ ഉള്ളിലുള്ള ശത്രുവിനെയാണ് ആദ്യം കൊല്ലേണ്ടത്. നിന്റെ ഉള്ളിലുള്ള കാമരൂപമായ ശത്രുവിനെ ത്വം ജഹി, നീ ഹനിച്ചാലും നീ കൊന്നുകളഞ്ഞാലും എന്ന് ഭഗവാൻ അർജുനനോട് ആവശ്യപ്പെടുകയാണ്, നമ്മളോടും. ഇപ്പം നമുക്ക് അവസാനത്തെ 2 ശ്ലോകങ്ങളുടെ ഭാഷ്യം കൂടി കണ്ടാൽ ഈ അധ്യായം സാമാന്യമായിട്ട് നമ്മൾ കണ്ടു. നാൽപ്പത്തിരണ്ടാം ശ്ലോകത്തിൻ്റെ ഭാഷ്യം. ഇന്ദ്രിയാണി ശ്രോത്രാദീനി പഞ്ച ദേഹം സ്ഥൂലം ബാഹ്യം പരിച്ഛിന്നം ച അപേക്ഷ്യ സൗക്ഷ്മ്യ ആന്തരസ്തത്വ വ്യാപിത്വാദി അപേക്ഷ്യ പരാണി പ്രകൃഷ്ടാനി ആഹുഹു പണ്ഡിതാഃ തദാ ഇന്ദ്രിയേഭ്യഃ പരം മനഃ സങ്കല്പവികൽപാത്മകം തദാ മനസഃ തു പരാ ബുദ്ധിഃ നിശ്ചയാത്മികാ തദാ യഃ സർവദൃശ്യേഭ്യോ ബുദ്ധ്യന്തേഭ്യഃ ആഭ്യന്തരഃ യം ദേഹിനം ഇന്ദ്രിയാദിഭിഃ ആശ്രയൈഃ യുക്തഃ കാമോ ജ്ഞാനാവരണദ്വാരേണ മോഹയതി ഇതി യുക്തം സഹ ബുദ്ധേഃ ദ്രഷ്ടാ പരമാത്മാ. അപ്പോൾ ഇന്ദ്രിയാണി, ഏതാ ഇന്ദ്രിയാണി? ശ്രോത്രാദീനി പഞ്ച, ഉറപ്പിച്ച് പറയുന്നുണ്ട്. 10 അല്ല, പഞ്ച, 5. ഏതഞ്ച്? ശ്രോത്രാദീനി, ശ്രോത്രം, ചക്ഷു, അതുപോലെ ഘ്രാണേന്ദ്രിയം, രസനേന്ദ്രിയം, ത്വഗേന്ദ്രിയം, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലേ, സെൻസ് ഓർഗൻസ് എന്നറിയപ്പെടുന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങളെ മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചത്, കർമ്മേന്ദ്രിയങ്ങളെയല്ല. ശ്രോത്രാദീനി പഞ്ച ഇന്ദ്രിയാണി, അത് ദേഹം അപേക്ഷ്യ, ദേഹത്തെ അപേക്ഷിച്ച്. അപ്പോൾ ആ ദേഹം എന്താണ്? ദേഹത്തിൻ്റെ പ്രത്യേകത സ്ഥൂലം ബാഹ്യം പരിച്ഛിന്നം. ദേഹത്തിന് 3 ദോഷങ്ങളുണ്ട്. ഏതൊക്കെയാണത്? സ്ഥൂലം ബാഹ്യം പരിച്ഛിന്നം. ദേഹം സ്ഥൂലമാണ്. ആ സ്ഥൂലമായ ദേഹത്തെ അപേക്ഷ ഇവിടെ അടുത്ത് പറയുന്നത് സൗക്ഷ്മ്യ ആന്തരസ്തത്വ വ്യാപിത്വാദി എന്ന്. അപ്പൊ സ്ഥൂലം അപേക്ഷ സൗക്ഷ്മ്യം, സൂക്ഷ്മതയുണ്ട്. എന്തിന്? ഇന്ദ്രിയങ്ങൾക്ക്. ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളാണ്, ദേഹമാകട്ടെ സ്ഥൂലമാണ്. ഇനി ദേഹം ബാഹ്യമാണ്, ഇന്ദ്രിയങ്ങളാകട്ടെ ആന്തരത്വമുണ്ട്. അതിന് അന്തരസ്തത്വം. ദേഹത്തെ അപേക്ഷിച്ച് ഇന്ദ്രിയ ശക്തി എന്ന് പറയുന്നത് കുറെ കൂടി ഉള്ളിലാണ്. അതുപോലെ ദേഹത്തിന് പരിച്ഛിന്നതയുണ്ട്, ലിമിറ്റഡാണ് അതിൻ്റെ വലിപ്പം, അതിൻ്റെ ഡയമെൻഷൻസ് പരിച്ഛിന്നമാണ്, പരിമിതമാണ്. അതിനെ അപേക്ഷിച്ച് ഇന്ദ്രിയങ്ങൾക്ക് വ്യാപിത്വം കൂടും. വ്യാപിത്വം, വ്യാപ്തി എന്ന് വെച്ചാൽ കണ്ണിൻ്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്തിൽ ഒതുങ്ങുന്നതല്ലല്ലോ.
കണ്ണിന് ഓരോരുത്തരുടെയും കണ്ണിൻ്റെ വ്യാപ്തി വ്യത്യസ്തമാണ് അല്ലേ? മനുഷ്യൻ്റെ കണ്ണിൻ്റെ വ്യാപ്തിയല്ല മറ്റ് ജന്തുക്കൾക്ക്. കഴുകൻ്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ എത്രയോ ഉയരത്തിൽ പറക്കുമ്പോഴും താഴെ വെള്ളത്തിൻ്റെ അടിയിലുള്ള മത്സ്യങ്ങളെ വരെ അതിന് കാണാം. എത്രയോ ആഴത്തിലുള്ള മത്സ്യത്തെ കാണും. എന്നിട്ട് ആ മുകളിൽ നിന്നത് പറന്ന് താഴേക്ക് താഴ്ന്നു വന്ന് ആ വെള്ളത്തിലേക്കൊന്ന് താഴ്ന്നു പോയി ആ മത്സ്യത്തെ എടുത്തുകൊണ്ട് പോകുന്ന കാണാം. അപ്പോൾ എത്രയോ ഉയരത്തിൽ പറന്നിരുന്നതാണ്. അതുപോലെ എത്രയോ ഉയരത്തിൽ പറക്കുമ്പോൾ താഴെ കൂടെ പോകുന്ന ചെറിയ എലിയോ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളോ ഒക്കെ കാണുന്നു എത്രയോ ഉയരത്തുനിന്ന്. അപ്പോൾ കഴുകൻ്റെ കണ്ണുകൾ വളരെ ദൂരത്തേക്ക് ഏറ്റവും സൂക്ഷ്മമായതിനെ പോലും കാണുന്നതാണ്. അതുപോലെ മനുഷ്യരിലും പല വ്യത്യാസം, ഓരോരുത്തർക്കും ഓരോ മാതിരിയുള്ള കഴിവ്. എത്രയോ ദൂരത്തേക്ക് കാണാൻ നമുക്ക് കഴിവുണ്ട്. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക്, അതുപോലെ ശ്രോത്രേന്ദ്രിയത്തിന് ദൂരെയുള്ളതൊക്കെ കേൾക്കാം നമുക്ക്. ഘ്രാണേന്ദ്രിയത്തിനും സൂക്ഷ്മതയുണ്ട്. അതുപോലെ അപ്പോൾ ദേഹത്തിന് പരിമിതമാണ്, പരിച്ഛിന്നമാണ്. എന്നാൽ ഇന്ദ്രിയങ്ങളാകട്ടെ ദേഹത്തെ അപേക്ഷിച്ച് കുറെ കൂടി സൂക്ഷ്മതയും ആന്തരസ്ഥത്വവും വ്യാപിത്വവും കൂടുതലാണ്, കൂടുതൽ വ്യാപ്തിയുണ്ട്. അങ്ങനെ അപ്പോൾ ദേഹം അപേക്ഷ ഇന്ദ്രിയാണി പരാണി. അതാണ് പരാണി. പരാണി എന്ന് പറഞ്ഞാൽ പ്രകൃഷ്ടാനി. പ്രകൃഷ്ടാനി ശ്രേഷ്ഠാനി, കുറെ കൂടി മേൽക്കോയ്മയുള്ളവരാണ്. അപ്പോൾ ദേഹത്തെ നിയന്ത്രിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ് എന്നർത്ഥം. പ്രകൃഷ്ടാനി ആഹു. ആര് പറഞ്ഞു? പണ്ഡിതാഹ. ഇതിനെക്കുറിച്ചിട്ടുള്ളൊക്കെ തത്വമറിയുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്നു, ദേഹത്തെ അപേക്ഷിച്ച് ഇന്ദ്രിയങ്ങൾ ശ്രേഷ്ഠങ്ങളാകുന്നു എന്ന്. തഥാ അപ്രകാരം ഇന്ദ്രിയേഭ്യ പരം മനഃ. എന്താ ഈ മനസ്സിൻ്റെ ധർമ്മം? സങ്കല്പ വികൽപാത്മകം മനഃ. മനസ്സിൻ്റെ പ്രവൃത്തിയാണ് സങ്കല്പിക്കുക, വികൽപ്പിക്കുക, എപ്പോഴും സംശയങ്ങൾ ജനിപ്പിക്കുക. അതാണോ ഇതാണോ എന്നിങ്ങനെ ശങ്ക ജനിപ്പിക്കലാണ് മനസ്സിൻ്റെ പണി. ദൂരത്തുനിന്ന് ഒരാളെ കാണുമ്പോൾ അയാളുടെ ആകൃതിയൊക്കെ വെച്ചിട്ട് ആദ്യം മനസ്സ് പറയും അത് ഇന്ന ആൾ വരണു എന്ന് പറയും. അപ്പോൾ സങ്കല്പം. കുറച്ചുകൂടെ സൂക്ഷിച്ച് നോക്കിക്കഴിയുമ്പോൾ സംശയമായി, അയാൾ തന്നെയാണോ, എന്തോ ഒരു വ്യത്യാസം കാണുന്നു, വികൽപ്പുമായി. അപ്പോൾ മനസ്സിൻ്റെ സ്വഭാവമാണിത്. ആദ്യം സങ്കല്പിക്കും, പിന്നെ വികല്പം. ഉടനെ തന്നെ ക്യാൻസൽ ചെയ്യും. അതല്ല എന്ന് തോന്നുന്നു എന്ന് ശങ്ക, സംശയം. അപ്പം സംശയാത്മിക മനഃ എന്നും പറയും. സങ്കല്പ വികൽപാത്മകം മനഃ, സംശയാത്മിക മനഃ. സംശയമുണ്ടാക്കുന്നതാണ് മനസ്സിൻ്റെ ധർമ്മം. നിശ്ചയിക്കാൻ പറ്റില്ല. നിശ്ചയിച്ചു കഴിയുമ്പോഴോ അതാണ് ബുദ്ധിയുടെ ധർമ്മം. നിശ്ചയാത്മിക ബുദ്ധി എന്നാ പറയുക. ഇവിടെ പറയുന്നുണ്ട് അടുത്തത്. അപ്പോൾ മനസ്സ് സങ്കല്പ വികൽപാത്മ, മനസ്സിന് സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഓഫീസിലേക്ക് ഒരു എക്സിക്യൂട്ടീവ്സ് എന്തെങ്കിലും ഡാറ്റകൾ കൊണ്ടുവന്ന് ഏതെങ്കിലും കാര്യത്തിൽ തീരുമാനമെടുക്കണമെങ്കിൽ ക്ലർക്കുമാർക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ? ഇല്ല. ക്ലർക്കുമാർക്ക് സംശയമായിരിക്കും. അപ്പോൾ അവർ ഉടനെ തന്നെ മുകളിലുള്ള മാനേജർമാരുടെ അടുത്തേക്ക് പോകും. ആ മാനേജർമാർ വേണം തീരുമാനമെടുക്കാൻ. ചില ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളിൽ അവരുടെയും മുകളിലുള്ള ജനറൽ മാനേജർ അടുത്ത് പോകേണ്ടി വരും. അതിലും വലിയ ഗുരുതരമായിട്ടുള്ള കാര്യമാണെങ്കിൽ മുകളിലുള്ള ആളുടെ അടുത്തേക്ക് പോകേണ്ടി വരും. MD-യോ ചെയർമാനോ തീരുമാനം എടുക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾക്ക് മുകളിലോട്ട് സാങ്ഷൻ വേണം. അപ്പോൾ ഇവിടെ ഇന്ദ്രിയേഭ്യ പരം മനഃ എന്ന് പറഞ്ഞു. സങ്കല്പ വികൽപാത്മകം മനഃ. തഥാ മനസഃ തു പരാബുദ്ധി. ബുദ്ധി കീദൃശി? നിശ്ചയാത്മിക. ബുദ്ധിയെക്കുറിച്ച് വിശേഷിപ്പിച്ചതാണ് നിശ്ചയാത്മിക. ബുദ്ധിയാണ് നമുക്ക് നിശ്ചയിച്ചു തരിക. ഇന്നതാണത് എന്ന് പറയും. ഓരോ കാര്യങ്ങളെ നിശ്ചയിക്കുന്നത് ബുദ്ധിയുടെ സ്വഭാവമാണ്, ബുദ്ധിയുടെ ധർമ്മമാണ്. അപ്പോൾ ബുദ്ധിയാണ് മനസ്സിനെ നിയന്ത്രിക്കേണ്ടത്. മനസ്സ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, ഇന്ദ്രിയങ്ങൾ ശരീരത്തെ നിയന്ത്രിക്കുന്നു. നിശ്ചയാത്മിക ബുദ്ധി. തഥാ യഹ സർവദൃശ്യേഭ്യോ ബുദ്ധ്യന്ത്യേഭ്യ ആഭ്യന്തരഃ. പ്രകാരം യഹ ഏതൊരുവനാണോ എല്ലാ ദൃശ്യങ്ങളിൽ നിന്നും ബുദ്ധ്യന്തേഭ്യ എന്ന് പറഞ്ഞു. ബുദ്ധി പര്യന്തം എന്ന് വെച്ചാൽ ദേഹത്തിൻ്റെ ആഭ്യന്തരമാണ് ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾക്കും ആഭ്യന്തരമാണ്
മനസ്സിനും ആഭ്യന്തരമാണ് ബുദ്ധി. ആ ബുദ്ധി വരെയുള്ള ആ ദൃശ്യം, ഇതൊക്കെ ദൃശ്യമാണ്. കാണുന്ന ആള് ദൃക്ക്, ദ്രഷ്ടാവ്, മറ്റതൊക്കെ ദൃശ്യം. ഇപ്പൊ ദേഹത്തിന് ബാഹ്യ വിഷയങ്ങൾ ദൃശ്യം, ദേഹം ദൃക്ക്. ആ ദേഹം ഇന്ദ്രിയങ്ങൾക്ക് ദൃശ്യം, ഇന്ദ്രിയങ്ങൾ ദ്രഷ്ട. മനസ്സിന് ഇന്ദ്രിയങ്ങൾ ദൃശ്യം, മനസ്സ് ദൃക്ക് അഥവാ ദ്രഷ്ടാവ്. ബുദ്ധി മനസ്സിന്റെ ദ്രഷ്ടാവ്, മനസ്സ് ബുദ്ധിക്ക് ദൃശ്യം. ഇപ്പൊ ബുദ്ധി അയാൾക്കും ആഭ്യന്തരമായിരിക്കുന്ന സാക്ഷിക്ക്, ആത്മാവിന് ദൃശ്യമാണ്. ബുദ്ധിയും ദൃശ്യമാണ് ആർക്ക്? അതിനും ആഭ്യന്തരമായിരിക്കുന്ന ആത്മാവിന്. അതാണ് ഇവിടെ സർവദൃശ്യേഭ്യോ ബുദ്ധി അന്തേഭ്യ ആഭ്യന്തര. അതിനും ആഭ്യന്തരനായിരിക്കുന്നവനും യം ദേഹിനം ഇന്ദ്രിയാദിഭിഹി ആശ്രയൈഹി യുക്ത. ഏതൊരു ദേഹിയെ, ദേഹത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മാ, ഈ ജീവാത്മാ, ആ ദേഹിയെ ഇന്ദ്രിയാദിഭിഹി ആശ്രയൈഹി യുക്ത കാമഃ. ഇന്ദ്രിയങ്ങൾ മുതലായ, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി മുതലായ ആശ്രയങ്ങളോടുകൂടി ചേർന്നവനായ കാമൻ. അപ്പോ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സൈന്യമാണിതെല്ലാം. പക്ഷേ വേറൊരു ശത്രു സ്വാധീനിച്ചിരിക്കുന്നു. ശത്രു സ്വാധീനിച്ചിരിക്കുന്നു. ആരെ? നമ്മുടെ സ്വന്തം ആൾക്കാരെ. നമ്മൾക്ക് വേണ്ടി നിൽക്കേണ്ട നമ്മുടെ സേനാനായകനും മന്ത്രിയും നമ്മുടെ ഭടന്മാരും എല്ലാവരും തന്നെ നമ്മുടെ ശത്രുവിൻ്റെ കീഴിലായിരിക്കണു. അയാൾ സ്വാധീനിച്ചിരിക്കണു. അയാൾ കാശ് കൊടുത്ത് അവരെ സ്വന്തം ആൾക്കാരാക്കിയിരിക്കണു. ഇപ്പോ ഈ കാമൻ എന്ന ശത്രുവിൻ്റെ പക്ഷത്താണ് ഈ പറഞ്ഞ നമ്മളെ സേവിക്കേണ്ട, നമ്മൾ ശമ്പളം കൊടുക്കുന്ന നമ്മുടെ ആൾക്കാർ. നമ്മുടെ ദേവീ മാഹാത്മ്യത്തില് സുരതൻ എന്ന രാജാവിൻ്റെ കഥ പറയുമ്പോൾ പറയും, ആ സുരത രാജാവിന് വലിയ രാജ്യത്തിൻ്റെ അധിപതിയായിരുന്നു, സർവ്വഭൂമിയുടെയും അധിപതിയായിരുന്നു അദ്ദേഹം. പക്ഷേ കോലാവിധ്വംസികൾ എന്ന് പറഞ്ഞ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ തന്നെ സേനകളെയൊക്കെ വശീകരിച്ച് അവരുടെ പക്ഷത്താക്കി മാറ്റി. അങ്ങനെ ആ കോലാവിധ്വംസികൾ ഈ സുരത രാജാവിനെ തോൽപ്പിച്ചു യുദ്ധത്തിൽ. ആരുടെ സഹായത്തോടു കൂടി? ഇദ്ദേഹത്തിൻ്റെ തന്നെ സൈന്യ സഹായത്തോടുകൂടി, ഇദ്ദേഹത്തിൻ്റെ തന്നെ മന്ത്രിമാരുടെയും സേനാനായകന്മാരുടെയും സഹായത്തോടുകൂടി തോൽപ്പിച്ചു. അങ്ങനെ ഇയാൾ പരാജയപ്പെട്ടു. ഏകനായി ഒരു കുതിരപ്പുറത്ത്, എന്താ പറയുക, നായാട്ടിനെന്ന വ്യാജേന കാട്ടിലേക്ക് ഓടിപ്പോയി എന്നാണ് നമ്മൾ ദേവി മഹാത്മ്യം ആരംഭിക്കുമ്പോഴുള്ള കഥ. അങ്ങനെ അദ്ദേഹം കാട്ടിൽ ചെന്ന് സമാധി എന്ന് പറഞ്ഞൊരു വൈശ്യനെയും കണ്ടുമുട്ടി സുമേധസ് എന്ന ഋഷിയോട് ചെന്ന് ആശ്രയിക്കുന്നതാണ്. അപ്പോൾ ഈ കഥയ്ക്കൊക്കെ ഇതുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടോ എന്ന് തോന്നുന്നു അല്ലേ വായിക്കുമ്പോൾ? തീർച്ചയായിട്ടും. അപ്പോൾ ആ സ്വന്തം സൈന്യത്തെ വേറെ ശത്രുക്കൾ കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ വശത്താക്കി, ആ ശത്രുക്കൾ സ്വന്തം തൻ്റെ തന്നെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരാജയപ്പെടുത്തി. അതുപോലെയാണ് ഇവിടെ കാമം എന്ന ശത്രു നമ്മുടെ തന്നെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അവൻ്റെ അധീനതയിലാക്കിയിട്ട് അവൻ ഇവരെ ബ്രൈബ് ചെയ്ത് സ്വന്തം സ്വാധീനിച്ചു വെച്ചിട്ട് നമ്മുടെ എതിരെ യുദ്ധം ചെയ്യുന്നു. മനസ്സിലാക്കുക. അപ്പൊ എങ്ങനെയാണ് ശത്രു പ്രവർത്തിക്കുന്നത് എന്ന്? കള്ളനാണ്, മഹാകള്ളനാണ്. നമ്മുടെ ആൾക്കാരെ വശത്താക്കിയിട്ടാണ്. അവൻ നേരിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. നേരിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആൾക്കാരും നമുക്കും കൂടി ചേർന്ന് അവനെ കൊല്ലാമായിരുന്നു, നശിപ്പിക്കാമായിരുന്നു. പക്ഷെ കള്ളനാണ്. നമ്മുടെ ആൾക്കാരെ വശീകരിച്ചിട്ടാണ് അവൻ്റെ യുദ്ധം. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെയായി. നമ്മുടെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഇപ്പോൾ അവൻ്റെ പക്ഷത്താണ്. അതാണ് ഇവിടെ യം ദേഹിനം ഇന്ദ്രിയാഭിഹി ആശ്രയൈഹി യുക്തഃ കാമഃ. ഇന്ദ്രിയാദി ആശ്രയങ്ങളോട് കൂടിയവനായ കാമൻ ജ്ഞാനാവരണദ്വാരേണ മോഹയതി. അജ്ഞാനാവരണദ്വാരം എന്ന് പറഞ്ഞാൽ ജ്ഞാനാവരണം എന്ന മാർഗത്തിലൂടെ ജ്ഞാനത്തെ ആവരണം ചെയ്ത് മോഹയതി, മോഹിപ്പിക്കുന്നു. ഇതി യുക്തം.
അങ്ങനെ പറഞ്ഞു, മുമ്പിലത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞു. ജ്ഞാനമാവൃത്യ ദേഹിനം എന്ന് പറഞ്ഞല്ലോ. ആ ദേഹിയെ ജ്ഞാനം ആവരണം ചെയ്ത് മോഹിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ തന്നെ ആളുകളെ സ്വന്തം വശത്താക്കിയിട്ട് ഈ കാമൻ നമ്മളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ യഹ എന്ന് പറഞ്ഞാണല്ലോ തോന്നുന്നത്, ഏതൊരുവനാണോ ഈ സർവദൃശ്യങ്ങളിൽ നിന്നും ബുദ്ധിക്കും ആന്തരമായിരിക്കുന്നത്, ഏതൊരുവനെയാണോ ഈ കാമൻ മോഹിപ്പിക്കുന്നത്, സഹ അവൻ, ബുദ്ധേഹേ പരഹ, ബുദ്ധിക്കും പരനാണ്. എന്തുകൊണ്ട്? ദ്രഷ്ടാ പരമാത്മാ, ബുദ്ധിയുടെയും ദ്രഷ്ടാവാകുന്നു, ബുദ്ധിയുടെയും സാക്ഷിയാകുന്നു, പരമാത്മാവാകുന്നു ഈ സഹ എന്ന ശബ്ദം കൊണ്ട് പറഞ്ഞവൻ. ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാബുദ്ധി യോ ബുദ്ധേഹ പരതസ്തു സഹ, യഹ ബുദ്ധേഹ പരതഃ തു സഹ, ബുദ്ധിക്കും മുകളിലാകുന്നു, പരനാകുന്നു ഈ ആത്മാ, ഈ ദേഹി. പക്ഷേ ആ ദേഹിയെ വഞ്ചിക്കുന്നത് ശത്രുവായ കാമനാണ്. എങ്ങനെ? നമ്മുടെ സ്വന്തം സൈന്യത്തെ അവൻ്റെ അധീനതയിലാക്കിയിട്ട്. അതുകൊണ്ട് ജാഗ്രത വേണം. ആ കാമൻ നമ്മുടെ ആൾക്കാരെ വശീകരിക്കുന്നുണ്ടോ എന്ന് ജാഗ്രത വേണം. ചാരക്കണ്ണുകൾ വേണം. നമ്മുടെ ആൾക്കാരെ തന്നെ എപ്പോഴും ഒരു നിരീക്ഷണം വേണം. അവരുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? അവർ നമ്മളെക്കുറിച്ച് ഒറ്റുകൊടുക്കുന്നുണ്ടോ? നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടോ എന്ന് എപ്പോഴും ഒരു രാജാവിന് സ്വന്തം ആളുകളെ പോലും അദ്ദേഹം എപ്പോഴും സംശയിക്കണം. അല്പമൊക്കെ ആ ഒരു സംശയം ഉണ്ടായിരിക്കണം. എല്ലാം കണ്ണടച്ച് വിശ്വസിച്ചാൽ സ്വന്തം നാശം ഉറപ്പാണ്. സ്വന്തം ബോഡി ഗാർഡിനെ പോലും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ജാഗ്രത വേണം. അതാണ്. അല്ലെങ്കിൽ ആ ബോഡി ഗാർഡ് തന്നെ അന്തകനായിത്തീരും, ഇന്ദിരാഗാന്ധിയെ പോലെ. അപ്പോൾ വളരെ ജാഗ്രത എന്ന് ഇവിടെ സൂക്ഷിക്കാൻ പറയുകയാണ്. നമ്മൾ മുകളിലുള്ള ആളുകളുടെ നിയന്ത്രണം പ്രോപ്പറായിട്ടുണ്ടായിരിക്കണം. ഓരോ മുകളിലുള്ളവരെയും അയാളുടെ മുകളിലുള്ള ആളെ കൊണ്ട് ശരിക്ക് കടിഞ്ഞാൻ പിടിച്ച് നിയന്ത്രിപ്പിക്കണം. മൂക്ക് കയറിട്ട് നിയന്ത്രിക്കണം. നമുക്ക് നല്ല നിയന്ത്രണം വേണം. നിയന്ത്രണമില്ലാതെ വിട്ടുകഴിഞ്ഞാൽ നാശം ഉറപ്പ്. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ ആയി. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാ ബുദ്ധിഃ യോ ബുദ്ധേഃ പരതസ്തു സഹ. അടുത്ത ശ്ലോകം. ഏവം ബുദ്ധേഃ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മനാ ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. ഭാഷ്യം നോക്കാം. ഏവം ബുദ്ധേഃ പരം ആത്മാനം ബുദ്ധ്വാ ജ്ഞാത്വാ സംസ്തഭ്യ സമ്യക് സ്തംഭനം കൃത്വാ സ്വേനയേവ ആത്മനാ സംസ്കൃതേന മനസാ സമ്യക് സമാധായ ഇത്യർത്ഥഃ. ജഹി ഏണം ശത്രും ഹേ മഹാബാഹോ കാമരൂപം ദുരാസദം ദുഃഖേന ആസാദനം പ്രാപ്തിഃ യസ്യ തം ദുരാസദം ദുർവിജ്ഞേയ അനേക വിശേഷം ഇതി. ഏവം ബുദ്ധേഃ പരം ആത്മാനം ബുദ്ധ്വാ ജ്ഞാത്വാ, അറിഞ്ഞിട്ട്. ഇപ്രകാരം ബുദ്ധിക്കും മുകളിലായിട്ട്, പരമായിട്ട്, ശ്രേഷ്ഠമായിട്ട് ആത്മാനം അവനവനെ മനസ്സിലാക്കിയിട്ട്, ആ ബുദ്ധിയുടെ നിയന്ത്രണം പോലും എൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം. ഞാൻ ബുദ്ധിയുടെ അടിമയാവരുത്, പുരഞ്ജനനെ പോലെയാവരുത്. അല്ലേ? നമ്മുടെ പുരഞ്ജനോപാഖ്യാനത്തില് ഭാഗവതത്തിൽ പറയുന്ന കഥയാണല്ലോ പുരഞ്ജനിയും പുരഞ്ജനനും. ആ പുരഞ്ജനി ബുദ്ധിയാണ്. പുരഞ്ജനിയാകുന്ന ബുദ്ധിക്ക് അടിമയായിത്തീർന്നു പുരഞ്ജനൻ. പുരഞ്ജനി ഇരുന്നാൽ പുരഞ്ജനൻ ഇരിക്കും, പുരഞ്ജനി നിന്നാൽ പുരഞ്ജനൻ നിൽക്കും, പുരഞ്ജനി കടന്നാൽ പുരഞ്ജനൻ കിടക്കും, പുരഞ്ജനി ഉണ്ടാൽ പുരഞ്ജനി ഉണ്ണും. അങ്ങനെ പുരഞ്ജനി എന്ത് ചെയ്താലും പുരഞ്ജനൻ അത് ചെയ്യും എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പുരഞ്ജനിയുടെ
അടിമയായി തീർന്നു പുരഞ്ജനൻ എന്ന് വെച്ചാലോ ബുദ്ധിക്ക് അധീനനായി തീർന്നു. ബുദ്ധിയാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. അങ്ങനെയാവരുത്. ബുദ്ധി നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. നമ്മുടെ ഉദ്യോഗസ്ഥനാണ്, നമ്മുടെ മാനേജറാണ് ബുദ്ധി. അയാൾ പറയുന്ന അയാളുടെ ഇഷ്ടത്തിനല്ല നമ്മൾ കാര്യങ്ങൾ കൊണ്ടു നടക്കേണ്ടത്. നമുക്കൊരു വിഷൻ ഉണ്ടാവണം. നമ്മുടെ സ്ഥാപനം എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് പ്രൊമോട്ടറായിരിക്കുന്ന അതിൻ്റെ കമ്പനി ചെയർമാൻ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനായിരിക്കണം കമ്പനിയെ എങ്ങടേക്ക് നയിക്കണം എന്നുള്ളൊരു വിഷൻ വേണ്ടത്. അദ്ദേഹത്തിൻ്റെ വിഷൻ അനുസരിച്ചായിരിക്കണം താഴെയുള്ളവർക്ക് അദ്ദേഹം ഡിക്റ്റേറ്റ് ചെയ്യേണ്ടത്. അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ആളുകളാണ് ആ പ്രവൃത്തിയിൽ നേതൃത്വം കൊടുക്കാം, അദ്ദേഹത്തെ സഹായിക്കാം, എല്ലാറ്റിനും വേണ്ടിയിട്ടാണ് അദ്ദേഹം ആളുകളെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മാനേജറല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, ഉടമസ്ഥനാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതിൽ ധനം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അയാൾക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം, അയാൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ മാനേജറുടെ പാട്ടിൽ ഭരിക്കും. അത് ലാഭമാകാം, നഷ്ടമാകാം. നല്ല ആത്മാർത്ഥതയുള്ള മാനേജറാണെങ്കിൽ ഇദ്ദേഹത്തിന് കണ്ണടച്ച് വിശ്വസിക്കാം. അദ്ദേഹം നേരത്തെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ, സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഇന്നതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം, അതിനുവേണ്ടി ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മാത്രം ജാഗ്രതയോടുകൂടി നോക്കിയാൽ മതി. എപ്പോഴും ഡിക്റ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല മാനേജർമാരാണെങ്കിൽ. അല്ല വഴി തെറ്റുണ്ടെങ്കിലോ അപ്പോൾ ഗൈഡൻസ് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് വിളിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ചെയർമാൻ, MD, അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെയുള്ളവരെയൊക്കെ, മാനേജീരിയൽ കാഡറിലുള്ളവരെയൊക്കെ വിളിച്ച് അപ്പോൾ തൻ്റെ വിഷൻ അവർക്ക് ഷെയർ ചെയ്യണം, അവരുമായിട്ട് പങ്കുവെക്കണം. നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്, നമ്മുടെ എന്താണ് ടാർഗറ്റ്, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സ്ഥാപനത്തിനെ നമ്മൾ എവിടേക്ക് കൊണ്ട് എത്തിക്കണം, ലോക നിലവാരത്തിലേക്ക് നമുക്ക് എത്തിക്കണം എന്നുള്ള ഒരു വിഷൻ അദ്ദേഹത്തിനുണ്ടാവണം. അപ്പോൾ അതുപോലെ ഇവിടെ ബുദ്ധേഹേ പരം ആത്മാനം ബുദ്ധ്വാ ജ്ഞാത്വ അറിഞ്ഞിട്ട് സംസ്തഭ്യ സമ്യക് സ്തംഭനം കൃത്വ സ്വേനയേവ ആത്മന നന്നായി നിയന്ത്രിച്ചിട്ട് എന്നർത്ഥം. സമ്യക് സ്തംഭനം കൃത്വ സ്വേനയേവ ആത്മന തൻ്റെ തന്നെ ആത്മഭാവം കൊണ്ട് ബുദ്ധിയെ നിയന്ത്രിച്ചിട്ട്, ആ ബുദ്ധി മനസ്സിനെ നിയന്ത്രിച്ചിട്ട്, മനസ്സ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട്, ഇന്ദ്രിയങ്ങൾ ശരീരത്തെ നിയന്ത്രിച്ചിട്ട് എന്നൊക്കെ താഴേക്ക് നിയന്ത്രണം പ്രോപ്പറാക്കിയിട്ട് സ്വേനയേവ ആത്മന സംസ്കൃതേന മനസ സമ്യക് സമാധായ ഇത്യർത്ഥഃ. മനസ്സിനെയും സംസ്കരിച്ചിട്ട് വേണ്ട പോലെ ഉറപ്പിച്ചിട്ട് എന്നൊക്കെ അർത്ഥം. സമാധായ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ആധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചിട്ട്, എല്ലാ കാര്യങ്ങളും നല്ലപോലെ വ്യവസ്ഥ ചെയ്തിട്ട്, സംസ്കൃതമായ മനസ്സുകൊണ്ട് നല്ലപോലെ സമാധാനത്തെ പ്രാപിച്ചിട്ട് എന്നർത്ഥം. ജഹി വധിച്ചാലും ഏനം ശത്രും, ഈ ശത്രുവിനെ, ഏത് ശത്രുവിനെ, കാമനായിരിക്കുന്ന ശത്രുവിനെ എന്ന് പിന്നീട് പറയാൻ പോണു. ഹേ മഹാബാഹോ, അല്ലയോ ദീർഘമായ കൈകളുള്ളവനെ, ശക്തമായ കൈകളുള്ളവനെ, കാമരൂപം ദുരാസതം, കാമരൂപനായ ദുരാസതം ദുഃഖേന ആസദഃ ആസാദനം പ്രാപ്തി യസ്യ തം ദുരാസതം. അപ്പോൾ ദുരാസതൻ എന്നാൽ വളരെ പ്രയാസത്തോടുകൂടി മാത്രമേ അയാളെ പ്രാപിക്കാനോ കീഴ്പ്പെടുത്താനോ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ആ ശത്രുവിനെ യസ്യ തം ദുരാസതം ദുർവിജ്ഞേയ അനേക വിശേഷം ഇതി, ആ ദുരാസതനെ ദുർവിജ്ഞേയ അനേക വിശേഷം, അവനെ മനസ്സിലാക്കാൻ എളുപ്പമല്ല. അങ്ങനെയുള്ള അനേക വിശേഷണങ്ങളോട് കൂടിയതായിട്ടുള്ള കാമനെ നീ വധിച്ചാലും എന്നർത്ഥമാണ്. അപ്പോൾ ഈ കാമനെ തിരിച്ചറിയാൻ പ്രയാസമാണ്. ഈ കാമൻ ഏതൊക്കെ വേഷം മാറി വരും, പല വേഷവും കെട്ടി വരും എന്നർത്ഥം. അങ്ങനെ വേഷം മാറി വരുന്നവനാണ് ഈ കാമൻ. മഹിഷാസുരനെ പോലെ ചിലപ്പോൾ സിംഹമായിട്ട് വരും, ചിലപ്പോൾ ആനയായിട്ട് വരും, ചിലപ്പോൾ പോത്തായിട്ട് വരും, ചിലപ്പോൾ അസുരരൂപത്തിൽ വരും,
ഇങ്ങനെ മാറി 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 വരുന്ന, വേഷം മാറി വരുന്ന ആരാണ് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് വേഷം മാറിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഈ കാമൻ എന്ന നമ്മുടെ ശത്രു എന്തൊക്കെ വേഷം കെട്ടുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഏതൊക്കെ രീതിയിലാണത് പുറത്തേക്ക് വരിക, പ്രകടമാവുക, എന്തൊക്കെയാണ് അതിൻ്റെ പ്ലാനിങ്, എങ്ങനെയൊക്കെയാണ് നമ്മളെ വഞ്ചിക്കുക, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് മനസ്സിലാക്കാൻ എളുപ്പമല്ല ഇവൻ്റെ പ്രവൃത്തികളെ. ദുരാസതം, ദുർവിജ്ഞേയ അനേക വിശേഷം. അവൻ്റെ വിശേഷങ്ങളൊന്നും എളുപ്പത്തിൽ അറിയില്ല, ദുർവിജ്ഞേയമാണ്. അങ്ങനെയുള്ള ഈ കാമരൂപമായിരിക്കുന്ന ശത്രുവിനെ നീ വധിച്ചു കളയണം. നീ യുദ്ധം ചെയ്യേണ്ടത് നിന്റെ ഉള്ളിലുള്ള കാമമെന്ന ശത്രുവിനോടാണ് യഥാർത്ഥത്തിൽ. അതിനായിക്കൊണ്ട് ഒരുങ്ങിക്കോളൂ. ഇതാണ് ഭഗവാന്റെ ഉപദേശം ഈ കർമ്മയോഗം എന്നുള്ള ഈ അധ്യായത്തിൽ. ഇനി നമുക്ക് അടുത്ത അധ്യായം, ഇതിൻ്റെ തുടർച്ചയായിട്ട് ഭഗവാൻ അർജുനൻ്റെ ചോദ്യം കൂടാതെ തന്നെ പറഞ്ഞ് പോകുന്നുണ്ട്, എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിനക്കായിക്കൊണ്ട് ഞാൻ ഉപദേശിച്ച ഈ ഉപദേശം ഞാൻ പണ്ട് സൂര്യദേവന് ഉപദേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത അധ്യായം ആരംഭിക്കുന്നത്. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ അബ്രവീത് ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സകാലേനേഹ മഹദാ യോഗോ നഷ്ടഃ പരന്തപ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാം. ഓം തത്സദിതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മയോഗോ നാമ തൃതീയോധ്യായഃ. ഓം തത്സത് ഇതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭഗവത്ഗീത എന്ന ഉപനിഷത്തുക്കളിൽ ബ്രഹ്മവിദ്യ തന്നെയാണത്. ഇത് യോഗശാസ്ത്രവുമാണ്. ഇത് പ്രായോഗികമായി ഉപദേശിക്കുകയാണ്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണാർജുന സംവാദമായിരിക്കുന്ന ഈ ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്നറിയപ്പെടുന്ന 3-ാം അധ്യായം ഇതോടുകൂടി പൂർണ്ണമാകുന്നു. അങ്ങനെ കർമ്മയോഗം എന്ന 3-ാം അധ്യായം പൂർണ്ണമായി. നമ്മൾ 103 ദിവസങ്ങളും പൂർത്തീകരിച്ചു. 3 അധ്യായങ്ങൾക്ക് 103 ദിവസം. ഇനിയും മുന്നോട്ട് പോകാനുണ്ട്, ഒരുപാട് പോകാനുണ്ട്. നാളെ ക്ലാസ്സില്ല, മറ്റന്നാൾ നോക്കാം. ഇപ്പോൾ സമർപ്പിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. നാരായണ നാരായണ. നാളെ വൈകുന്നേരം ശങ്കര സ്തോത്ര തരംഗിണിയും ഭാഗവതവും, രാവിലെ ദേവി മാഹാത്മ്യ തരംഗിണി. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.